ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിങ്കളാഴ്ച നമ്മൾ സൈക്കോളജിക്കൽ വിഷയങ്ങളാണ്. കഴിഞ്ഞ 6 ആഴ്ചകളായി തുടർച്ചയായിട്ട് നമ്മൾ മാരിറ്റൽ എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞൊരു വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എല്ലാവർക്കും ഒരുപോലെ മാതൃകാപരമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിഷയം. അതിനേക്കാളൊക്കെ ഉപരി സമൂഹത്തിൽ ഏറ്റവും അടിയന്തരമായി തിരിച്ചറിയേണ്ട ഒരു വിഷയം. ഒത്തിരി അറിവുകൾ, ഒത്തിരി ചർച്ചകൾ എല്ലാം വിജയരാമൻ സാറിലൂടെ നമ്മൾക്ക് ലഭിക്കുകയാണ്. വലിയൊരു അവസരമാണ് തുറന്നു കിട്ടുന്നത്. ഒരുപക്ഷെ നമ്മളെയും നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തെയും ഒക്കെ കൃത്യമായ ദിശാബോധത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ, പ്രത്യേകിച്ച് കുടുംബങ്ങളെ, പുതിയ തലമുറയെ ഒക്കെ ദിശാബോധത്തോടെ കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ക്ലാസ്. അപ്പൊ ഇതിന്റെ 7ാമത്തെ സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അതോടൊപ്പം പ്രിയപ്പെട്ട വിജയരാമൻ സാറിനെയും ക്ഷണിക്കുന്നു. വിജയരാമൻ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാബു സാർ. എന്നെ കേൾക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ? യെസ് സാർ, യെസ് സാർ. ഓക്കെ, ക്ലിയർ ആണ് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് 7ാമത്തെ സെഷനിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. പറയുന്നതിനേക്കാൾ അധികം ചർച്ചയ്ക്കാണ് പ്രാധാന്യം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 50% ചർച്ച ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോകില്ല. അപ്പോ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് മെരിറ്റൽ എൻറിച്ച്മെന്റിനെ കുറിച്ചാണ്. വൈവാഹിക ജീവിതം എങ്ങനെ സമ്പുഷ്ടമാക്കാം, ഇതാണ് നമ്മൾ പറഞ്ഞതും ചർച്ച ചെയ്തതും. അപ്പൊ നമ്മള് പല കാര്യങ്ങളും പറഞ്ഞു. നമുക്ക് വൈവാഹിക വിഷമതകള്, മെരിറ്റൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കുന്ന വിഷയങ്ങളുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ അതിനെക്കുറിച്ച് അവയർനെസ് ഇല്ലാതെ വൈവാഹിക ജീവിതത്തിലേക്ക് എത്തുന്നവരാണ്. അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങളും നമുക്ക് ഉണ്ടാകാറുണ്ട്. അപ്പൊ മെരിറ്റൽ എൻറിച്ച്മെന്റ് ഉദ്ദേശിക്കുന്നത് നേരത്തെ ഇതൊക്കെ അറിയുക, നേരത്തെ ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ അതിന്റെ വൈദഗ്ധ്യം വന്നാൽ ഒരു പ്രശ്നം, ഒരു വൈവാഹിക വിഷമതകള്, മെരിറ്റൽ ഡിഫിക്കൽട്ടി അല്ലേ, അതിലല്ലേ തുടങ്ങുന്ന കാര്യങ്ങൾ. അപ്പൊ അത് ഉണ്ടായി കഴിയുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മെരിറ്റൽ എൻറിച്ച്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ തന്നെ അത് കിട്ടണം, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ അത് കിട്ടിയാൽ ഏറ്റവും നല്ലതാണ്. അതിനുള്ള കാരണങ്ങൾ നമ്മൾ കണ്ടെത്തി. അതായത് ഓരോ ഇന്റർനാഷണൽ പാറ്റേണുകൾ ആയിട്ടാണ് ഈ വൈവാഹിക ബന്ധം മുന്നോട്ട് പോകുന്നത്. ആദ്യമായിട്ട് കാണുന്ന ഒരു പുരുഷനും ഒരു സ്ത്രീയും, അല്ലെങ്കിൽ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുന്ന പുരുഷനും സ്ത്രീയും സംസാരിച്ചുകൊണ്ടും പെരുമാറിയും കൊണ്ടിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ഇടപെടലുകൾക്ക് ഒരു പ്രകൃതം ഡെവലപ്പ് ചെയ്യുന്നു അവരറിയാതെ തന്നെ. അതില് ആ പ്രകൃതത്തിൽ ഇന്റർനാഷണൽ പാറ്റേൺ എന്ന് നമുക്ക് അതിനെ പറയാം. ആ പാറ്റേണുകളില് നിഷേധാത്മകമായിട്ട്, നെഗറ്റീവായിട്ട് വ്യതിചലനം ഉണ്ടാകുമ്പോഴാണ് വൈവാഹിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്. ഈ പാറ്റേൺ, ഇന്റർനാഷണൽ പാറ്റേൺ ജീവിച്ച് ഇങ്ങനെ കാലം ചെല്ലുന്നതോടും അത് ദൃഢമായി തീരും, റിജിഡായി മാറും. അങ്ങനെ റിജിഡായി മാറിയിട്ട് അത് സ്വഭാവമായി മാറിക്കഴിഞ്ഞാൽ ഈ വൈവാഹിക വിഷമതകള് അവിടെ തന്നെ നിൽക്കും. അത് കുടുംബ പ്രശ്നമായിട്ട്, വൈവാഹിക പ്രശ്നമായിട്ട് മാറും. ഇതേ വൈവാഹിക പ്രശ്നങ്ങൾ തന്നെയാണ് ഡിസ്ട്രെസ്സിലേക്ക് നയിക്കുന്നത്. മെരിറ്റൽ ഡിസ്ട്രെസ്, അതായത് സഹിക്കാൻ വയ്യാത്തൊരവസ്ഥ. ആദ്യം വിഷമമാണ്. ആ വിഷമം അത് നമ്മൾ അറിയാതെ തുടങ്ങിയ കാര്യങ്ങളാണ്. അതിന്റെ തുടക്കത്തിൽ തന്നെ അതെങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ നമുക്കതിനെ അപ്പം തന്നെ പരിഹരിക്കാൻ പറ്റും. ആ പരിഹാരം എളുപ്പമാണ്. അതായത് ഒരു വൈവാഹിക ബന്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയാണെങ്കിൽ ആ പരിഹാരം എളുപ്പമാണ്. വൈവാഹിക ബന്ധത്തിന്റെ ഏത് സ്റ്റേജിലും പ്രശ്നപരിഹാരം ഉണ്ട്. അതില് യാതൊരു ഭയം വേണ്ട, നമുക്ക് പരിഹരിക്കാൻ പറ്റും. പക്ഷേ തുടക്കത്തിൽ പരിഹരിക്കുന്നത് എളുപ്പമാണെന്ന് പറയാൻ കാരണം ഇതാണ്. ഈ പാറ്റേൺ ഓഫ് ഇന്ററാക്ഷൻസ്,
ഇത് ദൃഢമായിക്കൊണ്ടിരിക്കും കാലങ്ങൾ ചെല്ലുന്തോറും. ഈ ദൃഢമായിട്ടുള്ള റിജിഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ പാറ്റേൺസ് സ്വഭാവമായി മാറിക്കഴിഞ്ഞാൽ, നമുക്കൊക്കെ അറിയാം സ്വഭാവങ്ങൾ ഒരിക്കൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റാൻ ഒരുപാട് പ്രയാസമാണ്. അത് തന്നെയാണ് വൈവാഹിക ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ വൈവാഹിക ജീവിതത്തിലെ ഡിഫിക്കൽട്ടീസ്, വൈഷമ്യങ്ങൾ, വിഷമതകൾ, മെരിറ്റൽ ഡിഫിക്കൽട്ടീസ്, അത് മെരിറ്റൽ ഡിസ്ട്രെസ് ആയിട്ട് മാറുന്നു, സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. അതായത് ജീവിതത്തെ മുന്നോട്ട് പോകാൻ വയ്യ, ഭീഷണിയായിട്ട് മാറുന്നു. അതാണ് മെരിറ്റൽ ഡിസ്ട്രെസ്. ഈ മെരിറ്റൽ ഡിസ്ട്രെസ് വീണ്ടും പരിഹരിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ ഡിസ്കോർഡുകൾ ഉണ്ടാവണം, ഭിന്നതകൾ, ഭാര്യയും ഭർത്താവും തമ്മിൽ ഭിന്നതകൾ ഉണ്ടാവണം. അതുവരെ ഭിന്നതകൾ എത്തിയിട്ടില്ല. പിന്നെ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ ഭിന്നതകൾ വർദ്ധിച്ചിട്ടാണ് ഡിവോഴ്സിലേക്ക് എത്തുന്നത്. ഒരു ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ അത് വളരെ വലിയ ആ വ്യക്തികൾക്കും അത് അവരുടെ കുടുംബങ്ങൾക്കും സമൂഹത്തിനും ഒക്കെ വളരെയേറെ വിഷം പിടിച്ചൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യം. അപ്പോൾ ഇത് ഇപ്പോ മെരിറ്റൽ എൻറിച്ച്മെന്റിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തുടക്കത്തിൽ തന്നെ അറിഞ്ഞിട്ട് തുടക്കത്തിൽ തന്നെ പരിഹരിക്കുക എന്നുള്ളതാണ് മെരിറ്റൽ എൻറിച്ച്മെന്റ് ലക്ഷ്യം. പിന്നെ നമ്മള് ആ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. എന്നിട്ട് നമ്മൾ പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൈവാഹിക വിഷമതകൾ, മെരിറ്റൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കുന്ന മേഖലകൾ ഏതൊക്കെയെന്നാണ് നമ്മൾ ചിന്തിച്ചത്. അപ്പൊ നമ്മൾ ചിന്തിച്ചപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ എത്തിയത്, ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തിയത് ആശയവിനിമയ തകരാറുകളാണ്. അതിനെക്കുറിച്ച് നമ്മൾ ദീർഘമായിട്ട് തന്നെ സെഷനുകളിൽ സംസാരിച്ചു. നമ്മൾ അത് എൻ്റെ ഒരു ഇതൊന്നും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. രണ്ടാമത് നമ്മൾ കണ്ടെത്തിയത് ആശയവിനിമയ തകരാറുകൾ കൊണ്ട് തന്നെ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകളാണ്. കോൺഫ്ലിക്റ്റ് റിസൊല്യൂഷൻ എന്ന രണ്ടാമത്തെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ദീർഘമായി തന്നെ സംസാരിച്ചു. പിന്നീട് നമ്മൾ ഇന്നലെ സംസാരിച്ച് നിർത്തിയത്, ഇന്നലെ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച സംസാരിച്ച് നിർത്തിയത് ഇന്റിമസി എന്ന കാര്യമാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്റിമസിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ഇന്റിമസി, ആ ഇന്നർ മോസ്റ്റ് കണക്ഷൻ, അല്ലെ, അതൊക്കെ ആ ഇന്റിമസി എന്ന് പറയുന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇതിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതൊന്ന് റീക്യാപ്പ് ചെയ്യാം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക. അത് ഒരുപക്ഷെ നല്ലതായിരിക്കും തോന്നുന്നു. ഇന്റിമസിക്ക് ഒരു ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം പങ്കുവയ്ക്കുന്ന സംരക്ഷണത്തിന്റെയും വാത്സല്യത്തിന്റെയും അടുപ്പത്തിന്റെയും വാക്കുകളാൽ അല്ലാതെയുമുള്ള പ്രകടനങ്ങളാണ് ഇന്റിമസി എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത്? അതായത് നമ്മളിപ്പോ പരസ്പരം പങ്കുവയ്ക്കുന്നതാണ്. അതായത് ഒരു കഴിഞ്ഞ തിങ്കളാഴ്ച ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു സംരക്ഷണം, ഭർത്താവിന് ഭാര്യ സംരക്ഷിക്കുന്ന ഉറപ്പ്, അതുപോലെ തന്നെ ഭാര്യയ്ക്ക് ഭർത്താവ് സംരക്ഷിക്കുന്ന ഉറപ്പ്, തിരിച്ചും, അല്ലെ, അങ്ങനെ രണ്ടും ഉണ്ടല്ലോ അല്ലെ. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇന്റിമസി ഉണ്ടാകുന്നത്, അല്ലെ. സംരക്ഷണം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ അഫക്ഷൻ അഥവാ വാത്സല്യം പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ക്ലോസ്നെസ്, അടുപ്പം, ഇതെല്ലാം അവര് ജീവിക്കുമ്പോൾ അവരുടെ വാക്കുകളാൽ പരസ്പരം പറയുന്നു, സമ്മതിക്കപ്പെടുന്നു. പിന്നെ അവരുടെ പെരുമാറ്റത്താലും ഉണ്ടാവുന്നു. ഇതിനാണ് ഇന്റിമസി എന്ന് പറയുന്നത്. ഈ ഇന്റിമസി ഉണ്ടാവുന്നതല്ല. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അതായത് നൈസർഗികമായിട്ടുണ്ടാവുന്ന ഒരു പ്രക്രിയ അല്ല ഇന്റിമസി എന്നൊക്കെ നമ്മൾ പറഞ്ഞു, അല്ലെ. അപ്പോ അതൊക്കെ എത്രത്തോളം നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് ആണോ അങ്ങനെ? അപ്പൊ ഇന്റിമസിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം വൈവാഹിക ജീവിതത്തില്. ഇതൊക്കെ എത്രത്തോളം ഉൾക്കൊണ്ടു എന്നെനിക്കറിയില്ല. അപ്പൊ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റുമോ, അതോ നേരിട്ട് നമുക്ക് അതിലേക്ക് പോകണോ? പറയൂ. അതില് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വ്യത്യസ്തമായ ഇന്റിമസിയുടെ കാഴ്ചപ്പാടുകളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചോളം ഒരു ഷെയർഡ് ഡിസ്കഷനാണ് കൂടുതൽ അഭികാമ്യമായിട്ട് അവർ ഫീൽ ചെയ്യുന്നത്. അതേസമയം പുരുഷനെ സംബന്ധിച്ചോളം ഷെയർഡ് ആക്ടിവിറ്റീസ് ആണ്, ഒന്നിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് കൂടുതൽ
കൂടുതൽ പ്രാധാന്യമുള്ളത് എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. പിന്നെ വിജയകരമായ ദാമ്പത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉയർന്ന ലെവലായിട്ട് നമുക്ക് ഇന്റിമസിയെ കാണാം. ഒരുപക്ഷെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തുറന്നു പറച്ചിൽ തന്നെയാണ്, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ തന്നെയാണെന്നൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചു. ഓക്കെ, അതായത് ദിവസം ഒരു അഭിനന്ദന, പ്രശംസ, നെഗറ്റീവ് ഇമോഷൻസ് കുറയ്ക്കുക, പരസ്പരം കുറ്റപ്പെടുത്തൽ കുറയ്ക്കുക. അപ്പോ ഇങ്ങനെയൊക്കെ രീതിയിൽ ദമ്പതി ബന്ധം ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ ഇന്റിമസി കൂടും എന്ന് പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മൾ കോൺഫ്ലിക്ട് റെസൊല്യൂഷനിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു, ഐ മെസ്സേജിൽ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു, അതിനെക്കുറിച്ച് ഉദാഹരണ സഹിതം നമ്മൾ പഠിക്കുകയും ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുപോലെ ഇന്റിമസി വർദ്ധിപ്പിക്കാനുള്ള വേറൊരു ഇതിലൊരു മെത്തേഡ് ഉണ്ട്, വി മെസ്സേജിൽ പെരുമാറണം എന്നുള്ളത്. ഞാനും നീയും എന്നുള്ളത് ആ ഉപയോഗം നിർത്തിയിട്ട് നമ്മൾ എന്ന രീതിയിൽ സംസാരിച്ച് പെരുമാറണം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒരു കപ്പിൾ ഐഡന്റിറ്റി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. പിന്നെ എക്സ്റ്റെൻഡഡ് ഫാമിലി ആയിട്ട് വളരെ ആക്റ്റീവായിട്ട് ബന്ധങ്ങൾ ഉണ്ടാകണം. ആരോഗ്യകരമായ ബന്ധം എക്സ്റ്റെൻഡഡ് മൂല കുടുംബങ്ങളുമായിട്ട് ഉണ്ടാവണം, അല്ലെങ്കിൽ ഇന്റിമസി ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. വ്യക്തിപരമായ ഇടം, അതെ, വ്യക്തിപരമായ ഇടം, വ്യക്തിഗതമായ ഇടം. കറക്റ്റ്. ഓരോരുത്തർക്കും സ്പേസ് വേണം, ഭർത്താവിനും സ്പേസ് വേണം, ഭാര്യയ്ക്കും അവരുടേതായുള്ള സ്പേസ് കിട്ടണം. അവരുടേതായുള്ള ഐഡന്റിറ്റി നിലനിർത്താൻ അവർക്ക് കഴിയണം. അതിനോടൊപ്പം ഒരു കപ്പിൾ ഐഡന്റിറ്റിയും കൂടി ഉണ്ടാവണം. അത് ഉണ്ടാക്കി വളർത്തി കൊണ്ടുവരാൻ കഴിയുമ്പോഴാണ് ഇന്റിമസി ഉണ്ടാവുന്നത്. പിന്നെയും പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു, ഫിസിക്കൽ ഇന്റിമസി ഉണ്ട്, അതുപോലെ തന്നെ പല വൈകാരികമായ ഇന്റിമസി ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടാവും? ഇന്റിമസിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കൂടുതൽ ഷെയർ ചെയ്യാണെങ്കിൽ പറയാം. ചോദിച്ചത് ഇന്റിമസിയെ കുറിച്ചാണോ? ഓക്കെ സാർ, ഇന്റിമസിയെ കുറിച്ച് 2 വാക്ക്. ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ സൂക്ഷ്മത മുന്നോട്ട് പോകുന്നത് ഇന്റിമസിയിലൂടെയാണ്. ആ ഇന്റിമസി അവർക്ക് 2 പേർക്കും വേണമെങ്കിൽ പ്രധാനപ്പെട്ട കാര്യം വിശ്വാസ്യതയാണ്. അടുത്ത കാര്യം അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ. ഞാൻ ആരാണെന്നും എൻ്റെ ഭർത്താവ് ആരാണെന്നും പരസ്പരം അറിയുക, എൻ്റെ കുറവുകളെ അംഗീകരിക്കുക, തിരിച്ചു. ഇത്രയും സംഭവങ്ങൾ മുന്നോട്ട് പോയാൽ അവിടെ ഒരു ഇന്റിമസി ഉണ്ട്. ഒരു തെറ്റിന് എൻ്റെ ഭാര്യ ഒരു തെറ്റ് ചെയ്തു, ഞാനത് മനസ്സിലാക്കി, അതവളോട് ഞാൻ മനസ്സിലാക്കിയെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ നിന്റെ സാഹചര്യത്തിന്റെ സമ്മർദ്ദമായിരിക്കാം നീ അങ്ങനെ ചെയ്തത്, എന്നോടുള്ള ദേഷ്യമല്ല, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു, അത് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചേക്കാം. അവിടെയാണ് ആ താക്കോൽ, ഇന്റിമസിയുടെ താക്കോൽ കൊടുക്കുന്നത് അവിടെ തന്നെയാണ്. അത് തിരിച്ചു. ഇത് കൃത്യമായി ഫോളോ ചെയ്ത് 2 ഹൃദയങ്ങളില്ല ഒന്നേ ഉള്ളൂ, 2 ശരീരങ്ങളില്ല ഒന്നേ ഉള്ളൂ എന്നെപ്പോഴാണോ നാം അംഗീകരിക്കപ്പെടുന്നത്, അവിടെ ഇന്റിമസിയുടെ താക്കോൽ, ഒറ്റ താക്കോൽ കൊണ്ട് 2 ഇന്റിമസിയും ഒന്നിച്ചു ചേർക്കാനായിട്ട് കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് സർ. വളരെ വളരെ നല്ലൊരു കോൺട്രിബ്യൂഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അതിരുകൾ നിശ്ചയിക്കണം, അല്ലെ? ഇങ്ങനെ പറഞ്ഞു, പിന്നെ തുറന്നു പറയണം. എത്രത്തോളം സെൽഫ് ഡിസ്ക്ലോഷർ ചെയ്യുന്നു അത്രയും ഇന്റിമസി കൂടും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇന്റിമസി കൂടുതലുള്ള ആൾക്കാർക്ക് വളരെയധികം കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റും, ഒന്നും ഒളിച്ചു വെക്കേണ്ടി വരില്ല എന്നൊക്കെ പറയുന്നത്. നല്ലൊരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു. പല രൂപത്തിൽ പറഞ്ഞോളൂ. പറഞ്ഞോളൂ. അതൊരു നല്ല ഇതല്ലേ? അതായത് accept them as they are. Accept them as they are. അതായത് അതെ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
അപ്പൊ നമ്മൾ എല്ലാരും എന്നെ പോലെ ഞാൻ വിചാരിച്ച പോലെ ഹാപ്പൻ അല്ലേ സാറേ? പിന്നെ അപ്പാണ് ഇത് ഒരിക്കലും തെറ്റ് ചെയ്ത ആൾ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാണ്ട് ഇങ്ങനെ മൂടി വെച്ചിട്ട് അതിനെ വേറെ വേറെ വിധത്തിലേക്ക് ആക്കുമ്പോഴാണ് ആ ഇന്റിമസി കുറഞ്ഞു പോവുക. ഓക്കെ ഓക്കെ അല്ലേ സാറേ? ശരിയാണ് ശരിയാണ് ശരിയാണ്. മാം വേറൊരു കാര്യം പറയാന്ന് വെച്ചാൽ ഇന്റിമസിക്ക് ഓരോ വ്യക്തിക്കും അവരുടേതായുള്ള കൺസെപ്റ്റ് ഉണ്ട്. അതിനനുസരിച്ചാണ് അവര് ഇന്റിമസിനെ വിലയിരുത്തുന്നത് എന്നുള്ളതും കൂടി മനസ്സിലാക്കിയിരുന്നു. ആദ്യമായിട്ട് മനസ്സിലാക്കി ഇന്റിമസിയുടെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നൈസർഗികമായി വരുന്നതല്ല, ഇത് ബുദ്ധിപൂർവ്വം ജീവിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന കാര്യമാണ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ സംസാരം വഴി നമുക്ക്, പെരുമാറ്റം വഴി നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കി. അല്ലേ മാം, എഗ്രി ചെയ്യുന്നില്ലേ? യെസ് സർ. ഓക്കെ. ചിലര് പറയും ഞാൻ ഇപ്പം ട്രെയിനിങ്ങിന് പോയപ്പോ എന്റെ റൂംമേറ്റ് എന്നോടൊരു കാര്യം പറഞ്ഞു. ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ കാര്യം തന്നെയാണ്. ഹസ്ബൻഡ് നല്ല ആളാണ്, നല്ല സ്നേഹമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഹസ്ബൻഡിന്റെ അച്ഛൻ മരിച്ചപ്പോ മുതല് അമ്മ ഈ ഈ കുട്ടിന്ന് പറയാം, വൈഫിനെ ഇങ്ങനെ തീരെ വീട്ടില് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ഭക്ഷണം കൊടുക്കൂല, ഒന്നുമില്ല, വല്ലാതെ ബുദ്ധിമുട്ടിക്കുക എന്ന ഒരവസ്ഥ. ഒരുപാട് സഹിച്ച കാര്യം എന്നോട് പറഞ്ഞു. പക്ഷെ ഹസ്ബൻഡ് അമ്മേനോട് ഒന്നും പറയില്ല. അവസാനം പിന്നെ ഇവരൊരു റിക്കവറി ആയിട്ട് പഠിക്കാൻ പോകാൻ തുടങ്ങി. പഠിക്കാൻ പോകാനും പിന്നെ ആള് നല്ല ആളാണ്, ഒരു കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്. പക്ഷെ അമ്മയോടൊന്നും പറയൂല. അമ്മ എന്തും ചെയ്ത് കളയും. അവസാനം ഒരു ദിവസം രണ്ടും കൽപ്പിച്ച് അമ്മ ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോ അവർക്കൊരു വാടക വീട്ടിൽ പോയി താമസിക്കാൻ 2 കൊല്ലമായി. ഇപ്പോഴും ഹസ്ബൻഡ് അമ്മയുടെ അടുത്ത് പോകും, അമ്മ ഹസ്ബൻഡിനെയും കൂട്ടി കാശ്മീരിലൊക്കെ പോകും, ഇവരെ കൊണ്ടുപോകില്ല. അപ്പൊ അവര് പറയുന്നത് ഹസ്ബൻഡിന് സ്നേഹമുണ്ട് എന്ന് ഞാൻ എങ്ങനെയാ വിചാരിക്കണ്ടേന്ന് ചോദിക്കുന്നു. ആള് നല്ല ആളാണ്, കാശൊക്കെ കൊടുക്കും, പഠിക്കാൻ പോകുന്നതിന് കുഴപ്പമില്ല, ഒന്നുമില്ല. ഒരുപാട് തരം ആളുകള് നമ്മൾ ഈ പറയുന്ന ചട്ടക്കൂട് കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലുണ്ട്. മാം സംഭവിക്കുന്നത് എന്താണെന്നറിയാവോ മാം? ഒരു ഭാര്യ ഭർത്താവ് വൈവാഹിക ബന്ധം തുടങ്ങുമ്പോൾ നേരത്തെ ഇന്റർനാഷണൽ പാറ്റേണുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഇടപെടൽ പ്രകൃതങ്ങൾ അതെങ്ങനെ ദൃഢമാകുന്നതും സ്വഭാവമാകുന്നതും ഒക്കെ പറഞ്ഞു. അതാണ് സംഭവിക്കുന്നത്. അങ്ങനെയാണ് വൈവാഹിക ബന്ധത്തിലെ ദുരിതങ്ങൾ നിലനിൽക്കുന്നത് ജീവിതകാലം മുഴുവൻ മാറാതെ. അഡ്ജസ്റ്റ്മെന്റിന്റെ തീവ്രതയിൽ അങ്ങനെ കഴിഞ്ഞുകൂടാണ്. അതാണ് സംഭവിക്കുന്നത്. അല്ലാതെ ഇത് പക്ഷെ മാറ്റം ആ മനുഷ്യനെ കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അമ്മ എന്ത് ചെയ്താലും അയാൾ അമ്മേനോട് ഒന്നും പറയൂല. ഞാൻ പറഞ്ഞു അമ്മേനോടല്ലേ പറയാതിരിക്കുന്നത്, അന്യ സ്ത്രീയോടല്ലല്ലോ, അതുകൊണ്ട് സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനും കുറച്ച് കൗൺസിലിംഗ് ഒക്കെ കൊടുത്തേച്ചു. അന്യ സ്ത്രീ ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യരുത്. ആശയവിനിമയ പ്രശ്നമാണ്. ആശയവിനിമയം സംസാരിച്ചിട്ടാണ് ഇന്റിമസി ഉണ്ടാവുന്നത്. അങ്ങനെയല്ല, അമ്മേനോട് ഇവളെ ബുദ്ധിമുട്ടിക്കുന്നതിനുള്ള ഒരു സംരക്ഷണം അമ്മേന്റെ അടുത്തുനിന്ന് ഇയാൾക്ക് കൊടുക്കുന്നില്ല. ബാക്കി സംരക്ഷണമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അപ്പൊ അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ് ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ രാത്രി അവിടെ അമ്മയുള്ള വീട്ടിൽ താമസിക്കുമ്പം ഒരുമിച്ച് ഒരു റൂമിൽ കിടക്കാൻ വരെ സമ്മതിച്ചിട്ടില്ല. പക്ഷെ അയാൾ അമ്മേനോടൊന്നും അമ്മയുടെ പറയില്ല. പ്രായം ഒരു പ്രശ്നമാണ്. അമ്മയുടെ പ്രായം ഒരു പ്രശ്നമാണ്. അമ്മ ഹൈസ്കൂൾ ടീച്ചർ റിട്ടയർ ചെയ്തൊക്കെയാണ്. അതാ സാധാരണ ചെറുപ്പക്കാരമ്മമാർക്കായി കുഴപ്പം വരുന്നത്. അതല്ല, എന്തായാലും എന്തോ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി അമ്മേന്റെ ഉള്ളിലുണ്ട്. അത് മൊത്തം ഇവളോട് എടുക്കുന്നുണ്ട്. അപ്പൊ പക്ഷെ അങ്ങേരെ സർ നല്ലൊരു ഷെയറിംഗ് ആയിരുന്നു ഇത്. നാർസിസിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയമുണ്ട്. നാർസിസിസ്റ്റ് അങ്ങനെയൊക്കെ പറയും. ഇതിലൊന്നും വലിയ നമുക്കൊന്നും ഇടപെടലുകളില്ലല്ലോ അധികം. അതൊക്കെ ഭയങ്കര ഈ മെരിറ്റൽ എൻറിച്ച്മെന്റില് അതൊന്നും വരില്ല. അങ്ങനെയൊക്കെ വരുന്ന കേസുകളിൽ മെരിറ്റൽ എൻറിച്ച്മെന്റ് ഒന്നും നടക്കില്ല. അപ്പൊ തെറാപ്പി വേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഓക്കെ, അപ്പൊ നാർസിസ് ഒക്കെ നമുക്ക് മാറ്റിയേക്കാം. അപ്പൊ ഇപ്പൊ മാം പറഞ്ഞൊരു കാര്യത്തിനെ കുറിച്ചിട്ട് ഞാൻ പറയട്ടെ. അതായത് ഈ ഇന്റർനാഷണൽ പാറ്റേൺസ് വരുന്ന പറയുന്നു, അത് ദൃഢമാകുന്നു, സ്വഭാവമാകുന്നു. അതുപോലെ തന്നെ ഈ
ആശയവിനിമയത്തിന് ഒരു പാറ്റേൺ വരും, കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ വരും. പിന്നെ അങ്ങനെയാണ് സംസാരങ്ങൾ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ഇന്റിമസിക്ക് ഒരു പാറ്റേൺ വരും. ഇന്റിമസി പാറ്റേൺസ് അത് തുടക്കത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന കാര്യം അതേപോലെ തന്നെ തുടരും ജീവിതാന്ത്യം വരെ. അവയർനെസ് കിട്ടിയില്ലെങ്കിൽ, ഇപ്പൊ ഈ മെരിറ്റൽ എൻറിച്ച്മെന്റിനൊക്കെ ലക്ഷ്യം അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അവയർനെസ് ഉണ്ടാക്കിയിട്ട് അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കാറുള്ളതാണ്. ഇപ്പൊ മാം പറഞ്ഞത് ഇന്റിമസി പാറ്റേണിലെ പ്രശ്നമാണ്. ഇന്റിമസി പാറ്റേൺ എന്ന് പറയുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് ഇന്റിമസിനെ പൊതുവെ എല്ലാവരും ഭയക്കുന്നുണ്ട്. കാരണം അത് പൂർവകാല അനുഭവങ്ങളുടെ ട്രോമ, അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ സബ് കോൺഷ്യസ് ആയിട്ട് പോലും മനസ്സിൻ്റെ അകത്തുണ്ട്. അടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ അടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പണികൾ നമ്മൾ അറിയാതെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഇന്റിമസി പാറ്റേണുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് അത് ദൃഢമാക്കിയിട്ട് റിജിഡ് ആക്കിയിട്ട് അത് സ്വഭാവമായിട്ട് മാറും. അങ്ങനെ വരുന്നതാണ് ഈ വൈവാഹിക ദുരിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് വരുന്നത്. അതും മാറ്റിയെടുക്കാൻ പറ്റും നമുക്ക്, പക്ഷെ അത് അവയർനെസ് വേണം. അപ്പോൾ ഇന്റിമസിക്കും പാറ്റേണുകൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതും നമുക്ക് വേണമെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റാവുന്ന വിഷയമാണ്. പക്ഷേ ഇന്റിമസി പാറ്റേണുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാവണം. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ സാധാരണഗതിയിൽ ഈ കപ്പിൾ ഡാൻസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമുക്കറിയാം ഈ വൈവാഹിക വേദികളിലൊക്കെ ഭാര്യയും ഭർത്താവും കൂടി ഡാൻസ് ചെയ്യുന്നത് വളരെ കൗതുകമാണ്. അപ്പൊ ആ ഡാൻസിൽ വഴി നമുക്ക് ഇന്റിമസി വരെ അറിയാൻ പറ്റും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ കാര്യങ്ങളുണ്ടല്ലോ നമുക്ക്. ഇപ്പൊ ഈ മനഃശാസ്ത്രത്തിൽ പറയുന്നുണ്ട് 3 തരത്തിലുള്ള കപ്പിൾ ഡാൻസിങ് ആണുള്ളത്. അതായത് അത് ഈ ഇന്റിമസിയുടെ കാര്യത്തിൽ വളരെ രസകരമുള്ള ഒരു കാര്യമാണ്. അടുക്കാൻ ശ്രമിക്കുമ്പോൾ അകലും, അതൊരു ഡാൻസാണ് ജീവിതത്തിന്റെ. പിന്നെ അടുക്കാൻ ശ്രമിക്കുമ്പോൾ അടിക്കാൻ വരും, അത് മറ്റൊരു ഡാൻസാണ്. ഇനി മൂന്നാമത്തെ ഒരു ഡാൻസും കൂടെ ഉള്ളൂ ഭാഗ്യത്തിന്. നമ്മളൊന്ന് ഈ കാര്യം ആലോചിച്ച് നോക്കിയുള്ളൂ, എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്നത്. ഇത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. മൂന്നാമതൊരു കാര്യം കൂടി ഇല്ല, അത് നമ്മൾ ആലോചിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് ഫീഡ്ബാക്ക് തരാണെങ്കിൽ സന്തോഷം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്റിമസിയുടെ കാര്യത്തിൽ ജീവിതത്തിൽ സംഭവിക്കുന്നത്. കപ്പിൾ ഡാൻസുകൾ ഉണ്ടാവേണ്ടതെന്ന് പറയുന്നത് ഇങ്ങനെ ഈ രീതിയിൽ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അടുക്കാൻ അതായത് പിന്തുടരുന്നത് അല്ലെ, അങ്ങനെയൊന്നുണ്ടല്ലേ? ഒരാള് പിന്തുടരും, അടുക്കാൻ വേണ്ടിയിട്ടായിട്ട് പിന്തുടരും, അപ്പൊ മറ്റാള് ഓടിയകരും. അതൊന്ന് പണ്ടത്തെ മരം ചുറ്റി പ്രേമം എന്നൊക്കെ പറഞ്ഞ പോലത്തെ കാര്യങ്ങളിലെ ഉള്ള രീതിയിലാണ് ജീവിതം എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ ഞാൻ പറഞ്ഞത്? ക്ലാരിറ്റി ഇല്ലേ? ഇന്റിമസിയുടെ ഇന്റിമസിക്കോട് നമ്മൾ ഭയക്കുന്നുണ്ട്. എല്ലാ മനുഷ്യരും ഇന്റിമസിനെ ഒരു പരിധിവരെ ഭയക്കുന്നുണ്ട്. കാരണം ഇന്റിമസിക്ക് വളരെ അടുക്കുമ്പോൾ നമുക്ക് അടുത്തപ്പോൾ ഉണ്ടായുള്ള അനുഭവങ്ങളുടെ ട്രോമകളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ മനസ്സിൻ്റെ അകത്തുണ്ടാവും. അതുകൊണ്ടാണ് ഈ വല്ലാതെ അടുക്കാത്തത് മനുഷ്യർ. അപ്പൊ പക്ഷേ ഭാര്യാഭർത്തൃ ബന്ധത്തില് ആണല്ലോ ഏറ്റവും അധികം അടുപ്പുള്ളത്, ഏറ്റവും അധികം ഇന്റിമസി ഉള്ള ബന്ധമാണ് ഭാര്യാഭർത്തൃ ബന്ധം. ഇപ്പൊ തുടക്കത്തില് ഒരു വിവാഹത്തിന്റെ തുടക്കത്തില് വളരെ വൈകാരികമായിട്ടായിരിക്കും ഇടപെടുന്നത്. തുടക്കത്തിലുള്ള മാസങ്ങളോ ദിവസങ്ങളോ മാസങ്ങളോ വേണമെങ്കിൽ കൊല്ലോ ഒക്കെ ആയിട്ട്. അത് കഴിഞ്ഞാല് ആ വൈവാഹിക ബന്ധം പതുക്കെ പതുക്കെ ഇന്റിമസി ബന്ധത്തിലേക്ക് കടക്കുമെന്നാണ് പറയുന്നത്. ആ ഇന്റിമസി ബന്ധത്തിലേക്ക് കടക്കുന്നത് ഇങ്ങനത്തെ പാറ്റേൺ ഡെവലപ്പ് ചെയ്തിട്ടാണ്. ആ പാറ്റേണുകൾ ചിലതെല്ലാം ഉറച്ചു പോകും. അപ്പോ അങ്ങനെ ഉറച്ചു പോയിട്ടിട്ട് അങ്ങനെ ആടെ വൈവാഹിക ജീവിതം മുന്നോട്ട് പോകുന്നു. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ക്ലിയർ ആണല്ലേ? പിന്നെ പറഞ്ഞു 2 തരത്തിലുള്ള അല്ല 3 കുറെ 4-5 തരം ഇന്റിമസികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ആയിട്ട് അഫെക്ഷൻ ഇന്റിമസി, അതായത് വാത്സല്യാത്മക ഇന്റിമസി. അതായത് നമ്മളിപ്പോ ഇപ്പൊ ഒരു ഭാര്യയ്ക്ക് അത്തരത്തില് ഉള്ള ഒരു പെരുമാറ്റം ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും.
അത് വ്യത്യസ്തമാണ്, ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ചിലപ്പോൾ ഒരു ഷൈക്കൻഡ് കൊടുത്താൽ തീരുന്ന പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഹഗ് കൊടുത്താൽ, ഒരു ആലിംഗനം കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു ചുംബനം തീരുന്ന പ്രശ്നമായിരിക്കും. അത് അറിഞ്ഞുകൊണ്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അഫെക്ഷണൽ ഇന്റിമസി ഉണ്ടാക്കാൻ കഴിയും. രണ്ടാമത്തെ പറഞ്ഞ ഇന്റലക്ച്വൽ ഇന്റിമസിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരാൾ പറയുമ്പോൾ എല്ലാവർക്കും ബുദ്ധിയുണ്ട്, എല്ലാവർക്കും ചിന്തിക്കാനുള്ള കഴിവുണ്ട്. മനുഷ്യനായി പറഞ്ഞാൽ ചിന്തിക്കാൻ തലച്ചോറിന് ധാരാറില്ലെങ്കിൽ ചിന്തിക്കാൻ കഴിവുണ്ട്. അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യം. അത് സ്ത്രീക്ക് ബുദ്ധിക്കുറവ് അല്ല, ഒന്നുമില്ല. അതൊക്കെ പുരുഷ മേധാവിത്വത്തിന്റെ തെറ്റായുള്ള ഇതാണ്, പറഞ്ഞു വരുത്തിയ കാര്യങ്ങളാണ്. അല്ല, ഇപ്പോ ബുദ്ധിപരമായിട്ട് എന്താണ് ഒരാള് പറയുമ്പോൾ മറ്റാള് വളരെ ശ്രദ്ധിച്ച് കേൾക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇന്റലക്ച്വൽ ഇന്റിമസി ഉണ്ടാക്കാൻ കഴിയും. മൂന്നാമത് സപ്പോർട്ടീവ് ഇന്റിമസിയാണ്. സപ്പോർട്ടീവ് ഇന്റിമസി ഒരാള് പറഞ്ഞത് അതുപോലെ ചെയ്താൽ അപ്പോ സപ്പോർട്ടീവ് ഇന്റിമസി ഉണ്ടാവും. നിസ്സാര കാര്യങ്ങളുള്ളതൊക്കെ ഒരാവശ്യം, ഭാര്യ പത്ര ഇന്ന സാധനങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെ പറഞ്ഞേക്ക്, ഭർത്താവ് അതുപോലെ കറക്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇന്റിമസി ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. വളരെ നിസ്സാര കാര്യം. പിന്നെ ഒന്നിച്ച് പ്രവർത്തിക്കുക. ഞാൻ അതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഈ ജോലി വിഭജനത്തിന്റെ കാര്യം മറന്നേക്കെ. ഇന്നിപ്പോ പണ്ടത്തെ കാര്യമല്ല സമൂഹം. ഇന്നിപ്പോ നമുക്ക് ജെൻഡർ ഇതാണ്, ഇക്വാലിറ്റി അല്ലെ. അപ്പോ എല്ലാ ജോലിയും ഒന്നിച്ച് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇന്റിമസി ഡെവലപ്പ് ചെയ്യും. അതിപ്പോ ഏത് സ്റ്റേജിലും, വൈവാഹിക ബന്ധത്തിന്റെ ഏത് സ്റ്റേജിലും ഇതൊക്കെ ചെയ്യാവുന്നുള്ളൂ. നിസ്സാരമായ കാര്യമാണ്. അങ്ങനെ നമുക്ക് ഈ പാറ്റേണിൽ ബ്രേക്ക് ചെയ്തിട്ട് ഇന്റിമസി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വൈവാഹിക ബന്ധം വളരെയധികം ദൃഢമാകും, സ്ട്രോങ് ആകും, യാതൊരു സംശയമില്ല. ഇനി ഞാൻ ഇന്നലെ കഴിഞ്ഞ തിങ്കളാഴ്ച പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഇതൊക്കെ ഇപ്പൊ ഞാൻ വീണ്ടും പറയാം. കാരണം ഇന്റിമസി ഇത് നൈസർഗികമല്ല, തന്നെ ഉണ്ടാവുന്നതല്ല, ഉണ്ടാക്കിയെടുക്കുന്നതാണ്, ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ ഇന്റിമസി ഉണ്ടായി കഴിഞ്ഞാൽ വൈവാഹിക ബന്ധം വളരെ നന്നാവും, വളരെ സന്തോഷകരമായും ജീവിതം സ്വർഗതുല്യമാവും കുടുംബജീവിതം. ഇതൊക്കെ ഒരു സത്യമാണ്, നിസ്സാര സത്യങ്ങളാണ്, നിസ്സാരമായ സത്യങ്ങളാണ്. ഇതൊന്നും മനസ്സിലാക്കി ജീവിച്ചു കഴിയുമ്പോൾ നമുക്ക് വളരെ വലിയ മാറ്റങ്ങളാണ് നമുക്ക് ഉണ്ടാവാൻ പോകുന്നത്. വ്യക്തിപരമായ സന്തോഷത്തിലും മാറ്റം ഉണ്ടാകും. അതുപോലെ കുടുംബം എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു കാര്യമാണ്, അതിലും വളരെ പ്രകടമായ മാറ്റം ഉണ്ടാകും. അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിട്ടുള്ള ചില പോയിന്റ്സും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ ഒന്നും കൂടി ആവർത്തിക്കേണ്ടത് അത്യാവശ്യമാണെന്നുള്ളതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ, അതിന് ചർച്ച ചെയ്യാം കേട്ടോ. അപ്പൊ അത് ഒരു ഡൂസ് ആൻഡ് ഡോണ്ടിന്റെ ലീസ്റ്റ് വേണ്ടെന്നാ പറയുന്നത്. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത് എന്നൊക്കെ വെച്ചിട്ട് ഈ ദൃഢമായിട്ട് നിൽക്കരുത് കുടുംബത്തിന്റെ അകത്ത്, വൈവാഹിക ജീവിതത്തില്. പലരും അങ്ങനെയാണല്ലോ അല്ലെ. ഈ കുടുംബത്തിൽ എന്റെ വീട്ടിൽ ഇങ്ങനെ പാടില്ല അല്ലെ, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, എനിക്കത് ഇഷ്ടമില്ല. അങ്ങനെയുള്ള ഒരു രീതി അത് മാറ്റിയെടുക്കുക. ഫ്ലെക്സിബിലിറ്റി അല്ലെ, നമുക്ക് റിജിഡിറ്റി വേണ്ട, നമുക്ക് ഫ്ലെക്സിബിലിറ്റി മതിയല്ലോ. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ മാറിക്കഴിയുമ്പോൾ ഇന്റിമസി കൂടുകയും. പിന്നെ പൊതുവായുള്ള വിശ്വാസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്നത്. വിശ്വാസങ്ങൾ പൊതുവായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ നേരത്തെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ്, എല്ലാ കാര്യത്തിലും പുരുഷനും സ്ത്രീയും ഒരുപാട് വ്യത്യാസമുള്ളവരാണ്. ലൈംഗിക ഘടനകളിലും വ്യത്യാസമുള്ളവരാണ്. അവർക്ക് സങ്കീർണമായുള്ള ആത്മീയവും ശാരീരികമായുള്ള ആവശ്യങ്ങളാണ് പുരുഷനും സ്ത്രീക്കുള്ളത്. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട പൊതുവായ വിശ്വാസത്തിന്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഏതെങ്കിലും ഒരു പ്രത്യേക പെരുമാറ്റത്തെ കുറിച്ച് വിഷമിക്കുന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ പെരുമാറ്റത്തെ കുറിച്ച് നമ്മൾ മോശമാണെന്ന് നമ്മൾ തന്നെ വിഷമിക്കുന്നുണ്ടെങ്കിൽ, അത് അപ്പൊ തന്നെ അതാണ് മാറ്റാൻ തയ്യാറായിരിക്കുക. അതൊരു ആവശ്യം തന്നെ. ചില പെരുമാറ്റങ്ങൾ നമ്മൾ മാറ്റി വെക്കും. പറയാൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. ഈ വൈവാഹിക ബന്ധം നല്ല രമ്യതയില് സന്തോഷത്തില് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. കൊണ്ടുപോകുന്നതാണത്, അങ്ങനെ അങ്ങ് സംഭവിക്കുന്നതല്ലെന്ന് ഞാൻ വീണ്ടും ഇത് നമ്മളായിട്ട് ബുദ്ധിപൂർവ്വം ജീവിച്ച് കൊണ്ടുപോകുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് നമ്മുടേതായുള്ള പെരുമാറ്റം ഇതിന് യോജിക്കാത്തതാണെങ്കിൽ അത് മാറ്റാൻ നമ്മൾ തയ്യാറായേ ഒക്കൂ എന്നുള്ളതാണ് ഞാൻ
പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ കാര്യം അതാണ് വിശ്വാസങ്ങൾ, പൊതുവായുള്ള വിശ്വാസങ്ങൾ ഉണ്ടാവണം. പിന്നെ ഇന്റിമേറ്റ് ബന്ധങ്ങൾക്ക് സഹായിക്കുന്ന ചില തത്വങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒന്ന്, ഈ എല്ലാ കാര്യങ്ങൾക്കും ഷൗട്ട് ചെയ്തിട്ട് നമ്മള് ആജ്ഞാപിക്കാം, അങ്ങനെ ഒരു രീതി, അതായത് ഭാര്യ ഭർത്താവ് പറഞ്ഞ് കേൾക്കണം അല്ലെ, കേട്ടില്ലെങ്കിൽ ആജ്ഞാപിക്കും അല്ലെ, അധികാരമുള്ളവർ ആജ്ഞാപിക്കും. ഇങ്ങനെ ഈ ആജ്ഞാപിക്കുന്ന രീതി പാടില്ല, അതൊരു ഇന്റിമസിക്കെതിരാണത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം തെറ്റിലേക്ക് നയിക്കുന്നതാണ് എന്നൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. അങ്ങനെ ഒരു കാര്യമില്ല. എല്ലാ കാര്യങ്ങളും മോശമാണെന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഒരാൾ ചെയ്യുന്നത് എല്ലാം തെറ്റ്, അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നത് മാത്രമേ ശരിയുള്ളൂ എന്നുള്ളത് അങ്ങോട്ട് ഒഴിവാക്കണം. പിന്നെ ഒരു നിയമം വേണം കുടുംബത്തിൽ, അത് അത്യാവശ്യമാണ്. വൈവാഹിക ബന്ധത്തിൽ, വൈവാഹിക ജീവിതത്തിൽ ചില നിയമങ്ങൾ അത്യാവശ്യമാണ്. പിന്നെ ആരും എല്ലാം അറിഞ്ഞിട്ടല്ല ബന്ധത്തിലേക്ക് വരുന്നത്. അപ്പോൾ നിരന്തരമായിട്ട് വരിയായിട്ട് ഒന്നിന് പുറകെ മറ്റൊന്നായിട്ട് കാര്യങ്ങൾ പഠിച്ച് മുന്നേറാൻ തന്നെ ചെയ്യണം. അതിന്റെ അങ്ങനെ ഒരു തീരുമാനം വേണം എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ സംസാരിക്കാൻ തയ്യാറാകുക, സൗമ്യമായിട്ട് സംസാരിക്കാൻ തയ്യാറാകുക, ചർച്ച ചെയ്യാൻ തയ്യാറാവുക, സ്നേഹം പ്രകടിപ്പിക്കാൻ തയ്യാറാവുക, ഫീലിങ്സ് മനസ്സിലാക്കി പ്രവർത്തിക്കുക, ഫീലിങ്സ് മറ്റൊരാളുടെ ഫീലിങ്സ് അറിയുക, രണ്ടുപേർക്കുള്ള പ്രശ്നം നേരത്തെ പറഞ്ഞ പോലെ തുറന്ന് സംസാരിക്കുക. എല്ലാവരും സാറല്ലേ പറഞ്ഞത്, തുറന്ന് സംസാരിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോവുക. ഊഷ്മളതയില് പരസ്പരം ദയ, സ്നേഹമൊക്കെ പ്രകടിപ്പിച്ചിട്ട് തന്നെ മുന്നോട്ട് പോവുക. പിന്നെ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക, അല്പം പ്രസന്നവതരായിക്കോട്ടെ. പ്രസന്നവത ഒന്ന് പുഞ്ചിരിക്കുന്നതിന് ഒരുപാട് വാല്യൂസ് ഉണ്ട്. അത് ഒരുപാട് തെറാപ്പിയാണ്. ഏത് തെറാപ്പിയെക്കാട്ടിലും വലിയ തെറാപ്പിയാണ് ഒന്ന് പുഞ്ചിരിക്കുന്നത്. ആ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് ജീവിതത്തെ സ്വീകരിക്കുക, അതാണ് പറയുന്നത്. പിന്നെ ഭാര്യ ഭർത്താവിന്റെ സുഹൃത്താവാൻ ആകണം എന്നാണ് പറയുന്നത്. മറ്റാള് ഗൈഡ് ചെയ്യേണ്ടത് ഭാര്യയുടെ ഉത്തരവാദിത്തമാണ് ഭാര്യയെ ഗൈഡ് ചെയ്യേണ്ടത് ഭർത്താവിന്റെയും ഉത്തരവാദിത്തമാണ്. അവരുടെ പ്രവൃത്തികളെല്ലാം ഒന്ന് പരിശോധിക്കൂ. എന്നിട്ട് അത് അങ്ങനെയാണല്ല, ഇങ്ങനെ ഒന്ന് സൗമ്യമായിട്ട് സംസാരിക്കാൻ കഴിയില്ല, കുറ്റപ്പെടുത്താതെ. കഴിയുമെങ്കിൽ ഒരേ ലക്ഷ്യത്തിലേക്ക് പോകണം എന്നാണ് പറയുന്നത് ഭാര്യയും ഭർത്താവും. അതാണ് കാര്യം. പിന്നെ നേരത്തെ ഇവിടെ പലരും പറഞ്ഞു, ഞാനതിനെ വിയോജിച്ചപ്പോൾ തന്നെ സാർ അതിന് കമന്റും ചെയ്തു. അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടത്, അഡ്ജസ്റ്റ്മെന്റുകളല്ല എന്ന് പറഞ്ഞത് പലരും. പക്ഷെ ഇവിടെ പറയുന്നത് അഡ്ജസ്റ്റ്മെന്റുകളാണ് ഈ വൈവാഹിക ജീവിതത്തിന്റെ അടിത്തറ എന്നുള്ളത്. അപ്പൊ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യാൻ തയ്യാറാകണം എന്നാണ് പറയുന്നത്. പരസ്പരം കേൾക്കാനുള്ള വൈദഗ്ധ്യം നേടണം. അപ്പൊ സാധാരണ ഇതിൽ ഭാര്യയും ഭർത്താവും കൂടിയിട്ട് സംസാരിച്ചു തുടങ്ങിയ ഒരേ അടുത്താണ് എത്തുക. അതാണ് സംഭവിക്കുക. അതെന്താ കാരണം നമുക്കിപ്പോ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കാണും അല്ലെ. ഒരു പരിധിവരെ നമുക്ക് ഏത് ഭാര്യ സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ ഭർത്താവ് സംസാരിച്ചു തുടങ്ങിയാലും രണ്ടുപേരും ഒരേ ഇടത്താണ് എത്തുക. അതിന്റെ കാരണം എന്താന്ന് നമ്മളിപ്പോ മനസ്സിലാക്കി കഴിഞ്ഞു. ഇത്രയും നമ്മൾ സെഷൻ ആയപ്പോൾ നമുക്ക് മനസ്സിലായി. അതിന്റെ കാരണം ഇതാണ്, പാറ്റേണുകളാണ്. ആ പാറ്റേണുകളാണ് ജീവിതമായിട്ട് വരുന്നത്. ഇപ്പൊ 2-3 പാറ്റേണുകളെ പറഞ്ഞു, ആശയവിനിമയ പാറ്റേൺ. അതാണ് ഇവിടെ നടക്കുന്നത്. അത് ആ പ്രകൃതത്തിൽ തന്നെയാണ് സംസാരം തുടങ്ങുന്നതും എത്തുന്നതും. ഓക്കെ. അപ്പൊ പരസ്പരം കേൾക്കാനുള്ള വൈദഗ്ധ്യം നേടണം. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉലന സാർ പറഞ്ഞൊരു കാര്യമാണ്, വ്യക്തിയെ വ്യക്തിയായിട്ട് മുഴുവനായിട്ട് സ്വീകരിക്കുക, അൺകണ്ടീഷണൽ അക്സെപ്റ്റൻസ്. പിന്നെ ഓരോരുത്തരും യുണീക്കാണ്, ആ യുണീക്ക് ഗുണങ്ങളെ അതേ രീതിയിൽ അംഗീകരിക്കണം. ഇനി പ്രധാനപ്പെട്ട വേറൊരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ട്, പലരും വൈവാഹിക പ്രതീക്ഷകൾ ഉണ്ടാവില്ല. വിവാഹം കഴിക്കുന്നതിന്റെ മുന്നേ പ്രതീക്ഷകൾ ഉണ്ടാവും. അപ്പോ ഇന്ന വിവാഹത്തെ കുറിച്ച് പല കാര്യങ്ങളും, അതിനെക്കുറിച്ച് ഞാൻ വേറെ സബ്ജക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതിന്റെ മുന്നേ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ
ഒരു ഇന്ന ആളെ വിവാഹം കഴിക്കാൻ നമ്മൾ തയ്യാറായി. അപ്പോ ആ പെൺകുട്ടി നമ്മൾ ചില ന്യൂനതകളൊക്കെ കണ്ടെത്തും. അത് ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം നേരെയാക്കിക്കൊള്ളാം, അല്ലെങ്കിൽ ഭർത്താവിനെ കുറിച്ച് ഭാര്യ കരുതണം, അതൊക്കെ ശരിയാക്കി എടുക്കാം നമ്മൾ. ഈ ഒരു ചിന്താഗതി ഇന്റിമസിക്കെതിരാണ്. ഓരോ വ്യക്തിയും തനതാണ്, യുണീക്കാണ്. നേരത്തെ പറഞ്ഞ അൺകണ്ടീഷണൽ അക്സെപ്റ്റൻസിലാണ് ഇന്റിമസി ഉണ്ടാവുള്ളൂ. ഈ വിവാഹം എന്നുള്ള പ്രക്രിയ മനുഷ്യനെ മാറ്റാനുള്ളതല്ല, പുരുഷനും സ്ത്രീയും സന്തോഷമായിട്ട് ജീവിക്കാനുള്ള പ്രക്രിയയാണത്. ഇന്റിമേറ്റ്, അടുത്ത ബന്ധത്തില്, ഇന്നർമോസ്റ്റ് കണക്ഷനില് ഇന്റിമേറ്റ് ആയിട്ട് ജീവിക്കാനുള്ള പ്രക്രിയയാണ് വിവാഹം. അല്ലാതെ ഒരാള് മറ്റാള് മാറ്റാനല്ല, അതിന് പറ്റില്ല. അത് ആ ഒരു ചിന്താഗതി ഇന്റിമസിക്ക് ഉള്ള ഏറ്റവും വലിയ ശത്രുവാണ്. വിവാഹം കഴിഞ്ഞാൽ മാറണം, മാറ്റിയെടുക്കാം എന്നൊക്കെയുള്ള ചിന്താഗതികൾ ഇന്റിമസിക്ക് എതിരാണ്. ആ വ്യക്തിയെ തനതായിട്ട് തന്നെ സ്വീകരിച്ച് അംഗീകരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവർക്കാണ് ഇന്റിമസി ഉണ്ടാവുള്ളൂ. ഇന്റിമസി ഉണ്ടെങ്കിലേ വിവാഹ ജീവിതത്തിനും കുടുംബ ജീവിതത്തിനും സന്തോഷം ഉണ്ടാവുകയും ഞാൻ പറഞ്ഞു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു, പരസ്പരം അഭിനന്ദിക്കണം, അപ്രീഷിയേറ്റ് ചെയ്യണം. അത് ഒരു ഒറ്റമൂല്യമാണ്. അതായത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഐ ലവ് യു, അല്ലെങ്കിൽ ഐ ലൈക്ക് യു. ഇത് എത്ര തവണ പറയുന്നോ അത്രയും ഗുണം ചെയ്യും. അതൊരു മന്ത്രമാക്കി എടുക്കാം എന്നാണ് പറയുന്നത്. അതൊരു ദാമ്പത്യ ജീവിതത്തിന്റെ മന്ത്രമാക്കാം. എത്രത്തോളം പറയും. ഇതൊക്കെ അഭിനയമല്ലേ എന്ന ചോദ്യം വരും. അല്ല, ഇത് തന്നെയാണ് ജീവിതം. ഇത്തരത്തിലുള്ള അഭിനയത്തിൽ കൂടെ തന്നെയാണ് ജീവിതം. അതിന് ഇപ്പൊ അടുത്ത കാര്യം ഞാൻ കൂടെ വ്യക്തമാക്കാതെ, എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു ഐ ലവ് യു? എന്തിനാണ് സ്നേഹം ബോധ്യപ്പെടുത്തുന്നത്? സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് പോലും ഇല്ലെന്ന് പലരും പറയും. പക്ഷെ സ്നേഹം മനസ്സിൽ വെക്കുന്നത് ഏറ്റവും വലിയ വെഡിത്തമാണ്. സ്നേഹം ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കണം. പ്രകടിപ്പിച്ചാൽ മാത്രം പോരാ, ബോധ്യപ്പെടുത്തുമ്പോൾ കൂടി വേണം. എന്തുകൊണ്ടാണ് ബോധ്യപ്പെടുത്തേണ്ടത് എന്നതിന് അടുത്ത കാര്യം വ്യക്തമാക്കും. അതായത് നമ്മള് മനുഷ്യൻ, നേരത്തെ എപ്പോഴും ഞാൻ ആവർത്തിക്കുന്ന വിഷയം ഇതാണ്, പുരുഷനും മനുഷ്യര് തമ്മിൽ തന്നെ വ്യത്യസ്തരാണ്, യുണീക്കാണ് ഓരോരുത്തരും. പക്ഷെ പുരുഷനും സ്ത്രീയും തമ്മിലോ അതിലേറെ ഒരുപാട് വ്യത്യാസമുണ്ട്. വൈകാരികമായും ശാരീരികമായും മാനസികമായും അല്ലെ, ലൈംഗികമായും ഒക്കെ വ്യത്യാസമാണ്. ഒത്തിരി സങ്കീർണമായിട്ടുള്ള വ്യത്യസ്തതകളാണ് എല്ലാവർക്കും, പുരുഷനും സ്ത്രീക്കുള്ളത്. അപ്പോ പരസ്പരമുള്ള ആ ഇടപെടലുകളിൽ ഒരുപാട് നെഗറ്റീവുകൾ വരും. ആ നെഗറ്റീവ്, അതായത് പിന്നെ പല രീതിയിൽ മോശമായിട്ടുള്ള സംസാരങ്ങളും പെരുമാറ്റങ്ങളും ഉണ്ടാകും. ഭാര്യയുടെ ഭാഗത്തുനിന്നുണ്ടാവാം, ഭർത്താവിന്റെ ഭാഗത്തുനിന്നുണ്ടാവാം. അതിൽ ഫീല് ചെയ്യരുതെന്നാണ് നമ്മൾ പറയുന്നത്. അതിൽ ഫീല് ചെയ്യരുതെന്ന് പറയാൻ കാരണമുണ്ട്. ഇപ്പോ പുള്ളിയുടെ സ്വഭാവമാണെന്നൊക്കെ പറഞ്ഞ് സമാധാനിക്കാം, ഒക്കെ ശരി, അതൊക്കെ ആ രീതി, അതാണ് സത്യം. അങ്ങനെ മാറ്റാൻ ആ വ്യക്തിയെ കൊണ്ട് പറ്റില്ല. ചിലപ്പോ തെറി പറയായിരിക്കാം, ചിലപ്പോ മോശമായ രീതിയിൽ പെരുമാറ്റതൊക്കെ. പക്ഷെ അത് ഉള്ളില് അത് സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ല എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനത്തെ നെഗറ്റീവ് ഇടപെടലുകൾക്ക് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. അതായത് അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ് ആ വ്യക്തിയിൽ നിന്ന്. ഓട്ടോമേറ്റഡ് നെഗറ്റീവ് തോട്ട്സ്, ഓട്ടോമേറ്റഡ് നെഗറ്റീവ് ഇന്ററാക്ഷൻസ്. ഇത് വരാൻ നന്നേ ചെറുപ്പത്തില് നമ്മളുടെ അടുത്ത് അച്ഛനമ്മമാര് പറഞ്ഞിട്ടുള്ള ഡോൺസ്, അരുതുകള് കൊണ്ടാണ് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് സബ്കോൺഷ്യസ് മൈൻഡ് വഴി വരുന്നത് എന്നുള്ള അവയർനെസ് വന്നിട്ട് ഇങ്ങനെ ഒക്കെ ഉണ്ടെങ്കിലും അതിനെക്കുറിച്ച് ഫീൽ ചെയ്യാതെ ജീവിതം മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ഇന്റിമസി ഉണ്ടാവും. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? അതിനുവേണ്ടി തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ഐ ലവ് യു, ഐ ലൈക്ക് യു, അതുപോലെ തന്നെ അതൊക്കെ കാര്യങ്ങൾ വേണം, ഇന്റിമസി പ്രകടിപ്പിക്കണം എന്നൊക്കെ പറയുന്നത്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിന്റെ പറഞ്ഞു? ഈ രീതിയിലൊക്കെ ഇന്റിമസി ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇന്റിമസി ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതം മെച്ചപ്പെടുന്നു. ആർക്കും എതിരഭിപ്രായമില്ല എങ്കിൽ ഞാൻ ഷെയർ ചെയ്തോട്ടെ.
ഓക്കെ സാർ, ഓക്കെ, തീർച്ചയായും. അതെ, ഓക്കെ, റൈറ്റ്. ഇന്റിമസിയെ കുറിച്ചാണ് ഇന്നലെ പറഞ്ഞത്. ഇത്ര പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമുക്ക് പ്രതീക്ഷകളിലേക്ക് പോയാലോ? ഇപ്പൊ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആശയവിനിമയ കാര്യങ്ങള്, പിന്നീട് സംഘർഷ പരിഹാരം, പിന്നെ ഇന്റിമസി. 3ഉം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. വൈവാഹിക വിഷമതകളുടെ മെരിറ്റൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മൾ പറഞ്ഞു മെരിറ്റൽ ഡിഫിക്കൽട്ടീസ്, മെരിറ്റൽ ഡിസ്ട്രെസ് ആവുന്നു, മെരിറ്റൽ ഡിസ്ട്രെസ്, മെരിറ്റൽ ഡിസ്കോർഡ് ആവുന്നു, ഭിന്നതകളാവുന്നു. അതാണ് പിന്നീട് ഡിവോഴ്സും പ്രശ്നങ്ങളായിട്ട് ബന്ധം തകർക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ ഒരു കാര്യം തന്നെയാണ് ഈ പ്രതീക്ഷകൾ. എന്താണ് ഈ പ്രതീക്ഷകൾ? വിവാഹ പ്രതീക്ഷകൾ. നമ്മളൊരു വിവാഹത്തിനെ കുറിച്ച് നമുക്ക് പ്രതീക്ഷകളുണ്ട്, അല്ലെ? വിവാഹം കഴിക്കാൻ പോകുന്ന ആളെ കുറിച്ച്, നമ്മുടെ പങ്കാളിയെ കുറിച്ച് നമുക്ക് പ്രതീക്ഷകളുണ്ട്. വിവാഹ ജീവിതത്തെ കുറിച്ച് പ്രതീക്ഷകളുണ്ട്. അതെന്തൊക്കെയാണ്? നമുക്ക് ചെറിയ ഡിസ്കഷനിലൂടെ, സാധാരണത്തെ പോലെ ഡിസ്കഷനിലൂടെ പോകും. എന്താണ് ഈ വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ അതിന്നല്ലേ പ്രതീക്ഷ വരുന്നത്? പ്രതീക്ഷ എന്നുള്ള കാര്യം വരുന്നത് എന്താണ് ഈ വിവാഹം കൊണ്ട്? എന്താണ് ഈ വിവാഹം? അല്ലെങ്കിൽ മനുഷ്യൻ സമൂഹം ഉണ്ടായ മുതൽക്ക് തന്നെ വിവാഹം ഏതെങ്കിലും രൂപത്തിലുണ്ട്, അല്ലെ? ഇതൊരു പുതിയ കാര്യം എന്നല്ല. ലൈഫില് കേട്ടില്ല. ശരിയല്ലോ, സൗണ്ട് കിട്ടിയില്ലോ. വിവാഹം കഴിച്ചു പോകുമ്പം രണ്ടുപേരും സാറേ ട്രെയിനിലാണ് സാറേ, കേൾക്കുന്നില്ല. ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. എന്തൊക്കെ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. അയ്യോ, അപ്പൊ ട്രെയിനിലാണ് സാറേ. കാരണം രണ്ടുപേർക്കും നല്ല പ്രതീക്ഷ ഉണ്ടാവും. കാരണം ലൈഫ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം. അല്ല, എന്തായിരിക്കും പ്രതീക്ഷ എന്ന് പറയണ്ടത്? നമ്മള് ഓരോരുത്തർക്കും പ്രതീക്ഷകളുണ്ട്, അത് വ്യത്യസ്തമാണ്. പക്ഷെ അതെന്താ പ്രതീക്ഷയെ കുറിച്ച് അവർക്ക് അവബോധം ഉണ്ടാവുമോ വിവാഹത്തിന് മുൻപേ? അല്ലെങ്കിൽ എന്താ? അതൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്. നമ്മള് അറിഞ്ഞുകൊണ്ടുള്ള പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. ശരിക്കും നമുക്ക് പ്രതീക്ഷകളുണ്ടോ? പക്ഷെ പ്രതീക്ഷകളുണ്ടെന്ന്. അപ്പൊ ഈ വിവാഹത്തെ കുറിച്ചിട്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യബന്ധങ്ങളിലെ ഏറ്റവും സങ്കീർണമായിട്ടും അഗാധമായിട്ടുള്ള ഒരു ഇഴചേർന്ന വലയാണ് വിവാഹബന്ധം എന്നൊക്കെ പറയുന്നത്. പിന്നെ എല്ലാ സെറ്റിൽ സമൂഹത്തിന്റെയും സാമൂഹിക ഘടനയുടെ ഭാഗമായ ഒരു മനുഷ്യ സ്ഥാപനമാണ് വിവാഹം. ഇനി രസകരമായിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. അതിന്റെ പിന്നെ ഇതും കൂടി പറയാം. വിവാഹം ഒരു ചടങ്ങ് മാത്രമല്ല, സമൂഹത്തിന്റെ ഒരു പരോക്ഷമായ അവസ്ഥയാണ്. അത് പ്രകൃതിയുടെ ജൈവ ഉദ്ദേശങ്ങളുടെയും സാമൂഹ്യ ഉദ്ദേശങ്ങളുടെയും ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതായത് അത് ക്ലിയർ ആണല്ലോ, അല്ലെ? ഇനി ഒരു പ്രസിദ്ധ കാൾ വിറ്റേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞു വിവാഹത്തെ കുറിച്ച്. അതായത് വിവാഹം എന്ന് പറയുമ്പോൾ 2 വീക്ഷണം ഉണ്ടെന്ന് പറയുന്നത്. ഒരു വീക്ഷണം വളരെ നല്ല മനുഷ്യരെ ഏറ്റവും അധികം വെറുക്കപ്പെടേണ്ട ചെകുത്താന്മാരും യക്ഷികളും ആക്കുന്ന ഒരു പ്രക്രിയയാണ് വിവാഹം. ഒരു വീക്ഷണം. രണ്ടാമത്തെ വീക്ഷണം എന്ന് പറയുന്നത് ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പില്, ഇന്റർപേഴ്സണൽ ബന്ധങ്ങളില് PhD കിട്ടാനുള്ള ഒരു വഴിയാണ് വിവാഹം എന്ന് പറയുന്നത്. അപ്പോ വിവാഹം എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. ഇപ്പൊ ഈ 2 തരത്തിലുള്ള നെഗറ്റീവ്, തീവ്രമായ നെഗറ്റീവ് പാർട്ട് അതിലുണ്ട്, പോസിറ്റീവ് പാർട്ടുണ്ട്. നമുക്കറിയാം, വൈവാഹിക ബന്ധ ഡിസ്ട്രെസ്സിലായി കഴിഞ്ഞാൽ, ഡിസ്കോർഡിലായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വഴക്കുകളിലെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെക്കാട്ടിലും വലിയ പ്രശ്നം സമൂഹത്തിൽ വേറെ ഇല്ല. അതാണ് ചെകുത്താന്മാരും രക്ഷികളാക്കുന്നു എന്ന് പറയുന്നത്. അതൊരു സത്യം മാത്രമാണ്. അപ്പൊ അതൊരു സത്യം മാത്രമാണ്. അതേമാതിരി തന്നെ രണ്ടാമത് അദ്ദേഹം പറഞ്ഞ വീക്ഷണം ഇതാണ്. ഈ ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ്,
അതായത് ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തില് PhD കിട്ടുന്നാണ് പറയുന്നത്. നല്ല വിവാഹ ബന്ധത്തിലേക്ക് കൂടെ ഒരാള് ജീവിക്കുകയാണെങ്കിൽ വിവാഹം അങ്ങനെ ഉണ്ടാക്കി തരുന്ന ഒരു പ്രക്രിയയാണെന്ന് പറയുന്നത്. ഇത് വളരെ വളരെ നല്ലൊരു ഇതാണ്, ഡെഫിനിഷനാണ്. എന്താ ഇനി പറയും മാം, പ്രതീക്ഷകളെ കുറിച്ച് പറയും. അല്ല, ഇതിപ്പം ജീവിക്കുമ്പം പ്രതീക്ഷക്ക് വിപരീതമായിട്ട് കാര്യങ്ങള് പോകുമ്പോഴാണ് സാറ് പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ട് കാര്യങ്ങൾ പോകുന്നു. വൈവാഹിക ജീവിതത്തിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുണ്ടാക്കുന്ന അറിയാത്ത അപ്പൊ വഴക്കുകളാണ്. സൗണ്ട് കിട്ടുന്നില്ല മാം, സൗണ്ട് ബ്രേക്ക് ആവും. കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല. വേറെ ആരെങ്കിലും ഷെയർ ചെയ്യോ? വേറെ ആരെങ്കിലും? നല്ല ജീവിതം നയിക്കണം എന്ന് പറയുമ്പോ, അതായത് നല്ലൊരു ഭർത്താവായിരിക്കണം എന്ന് പറയുമ്പോ അവര് നല്ല കിട്ടുന്നില്ല. അതിന് ക്ലാരിറ്റി കിട്ടില്ല. അപ്പൊ വേറെ ആരെങ്കിലും പറയാവോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ. സുരക്ഷിതമായിട്ടുള്ള ഒരു ലൈഫ്, അതാണ് പ്രതീക്ഷയിലേക്ക്. സന്തോഷകരവും ആനന്ദകരവുമായ സുരക്ഷിതമായിട്ടുള്ള ഒരു ലൈഫാണ് സത്യത്തിൽ വിവാഹം എന്നുള്ളത് കൊണ്ട് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ ഓക്കെ. നമുക്ക് വിവാഹത്തിൽ നിന്ന് ചില പ്രതീക്ഷകളുണ്ട്, അത് യാതൊരു സംശയമില്ല, ഉണ്ട് പ്രതീക്ഷകൾ. അത് നമ്മൾ വിവാഹം കഴിക്കുന്ന ചില ഉദ്ദേശം വെച്ചിട്ട് തന്നെയാണ്. വെറുതെ നല്ലൊരു സുരക്ഷിതമായിട്ടുള്ള, സാറ് പറഞ്ഞ പോലെ സുരക്ഷിതമായിട്ടുള്ള ഒരു ബന്ധം, അല്ലെ ജീവിതം, ഒരു ഉറപ്പ്, സെക്യൂരിറ്റി ഫീലിംഗ്, ഇത് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പ്രതീക്ഷയാണ്. വേറെയും പ്രതീക്ഷകളില്ലേ? എന്താണ് ഉല്ലൻ സാറിന് എന്താണ് പ്രതീക്ഷ? ഉല്ലൻ സാർ അതെല്ലാം സഫലമായിട്ടാണ് ജീവിക്കുന്നപ്പോ വിവാഹം എന്നുള്ളത് തന്നെ ഒരു പ്രതീക്ഷയാണ്. അതന്നെ ഒരു പ്രതീക്ഷയാണ്. ഇത് എന്താ നമ്മളെ എന്തായിരുന്നു? നാം ഒരു അറ്റം വരെ കൊണ്ടുപോകണമെന്നും അതിനിടയ്ക്ക് നമുക്ക് കിട്ടാവുന്ന സന്തോഷങ്ങൾ നേടിയെടുക്കാമെന്നുള്ളതാണ് നമ്മുടെ പ്രധാന പ്രതീക്ഷ. രണ്ടാമത്തെ പ്രതീക്ഷ, എൻ്റെ ജൂനിയേഴ്സ്, ഞങ്ങളുടെ മക്കൾ, അതിനനുസരിച്ചൊരു കുടുംബം, ഇതും നമ്മുടെ പ്രതീക്ഷയാണ്. മൂന്നാമത്തെ ഒരു പ്രതീക്ഷ, നാം പതുക്കെ പ്രായമായി വിഡ്രോ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ മക്കൾ നമ്മുടെ പ്രതിരൂപമായി നമ്മുടെ മുന്നിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും. ആ സന്തോഷവും നമ്മുടെ ഒരു പ്രതീക്ഷയാണ്. പറയാൻ വിട്ടുപോയൊരു കാര്യം, നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷൽ ചിന്താപരമായ ഒരു പ്രതീക്ഷയുണ്ട്. പലപ്പോഴും പരാജയപ്പെടുന്നത് ഈ പ്രതീക്ഷയിലാണ് പലരുടെ കുടുംബജീവിതവും തകർന്നു പോയിട്ടുള്ളതും. ഇത് ഇത്ര ഉറപ്പിച്ച് പറയാൻ എൻ്റെ കൗൺസിലിംഗ് അനുഭവം തന്നെയാണ്. ഫാമിലി കൗൺസിലിങ്ങിൽ വന്നു പോകുമ്പോൾ അവരവരുടെ സ്വകാര്യതയിലേക്ക് ചെറുതായിട്ടൊന്ന് നാമ്പിടുമ്പോഴാണ് ഇതവർ പുറത്തു പറയുക. അവർ പറയും, ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ്. പക്ഷെ തകർന്നു പോയത് ഈ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലാണ്. അപ്പൊ നമുക്ക് പ്രതീക്ഷകൾ നമ്മുടെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. പ്രതീക്ഷയില്ലെങ്കിൽ നിരാശയുടെ വക്കിലേക്ക്, അവിടുന്ന് ആത്മഹത്യയിലേക്ക് വരെ കടന്നു പോകും എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ. അതാണ് എനിക്ക് പ്രതീക്ഷയെ കുറിച്ച് പറയാനുള്ളത്. ക്ലിയർ ആയി സാർ. അപ്പോ ഈ പ്രതീക്ഷകൾ എല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ച് സാറ് പറഞ്ഞ പോലെ നല്ലൊരു കുടുംബ ജീവിതം, സംതൃപ്തി, സ്നേഹത്തോട് കൂടിയിട്ടുള്ള സുരക്ഷിതത്വം, ഇതൊക്കെ കോമൺ ആയിട്ടുള്ള പ്രതീക്ഷകളാണ്. പിന്നെ അല്ലാതെ വ്യക്തിഗതമായിട്ടുള്ള പല പ്രതീക്ഷകളും ഉണ്ടാവും. പക്ഷെ ഒരു ചോദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പ്രതീക്ഷകൾ തീരാത്തതാണ്. ഒരുപാട് പ്രതീക്ഷകളുണ്ട്, ഒക്കെയാണ്. പക്ഷെ അത് ആരും പ്രകടിപ്പിക്കാറില്ലല്ലോ. ആരും ഇതൊന്നും പറയാറില്ല, ചർച്ച ചെയ്യാറില്ല, പരസ്പരം ചർച്ച ചെയ്യാറില്ല, പ്രകടിപ്പിക്കാറില്ല. അതൊരു വാസ്തവമാണ്. അതാണ് സംഭവിക്കുന്നത്.
ചില പ്രതീക്ഷകള് ബോധതലത്തിലുണ്ട്. അതായത് നമ്മൾ ചിന്തിച്ചുണ്ടാക്കിയിട്ട് നമ്മളുടേതായുള്ള ചിന്താഗതിയിലുള്ള ചില പ്രതീക്ഷകളുണ്ട്. ഇനി ചിലത് ഇല്ലാതെ നമ്മളിലുണ്ട്. അതെങ്ങനെയാ വരുന്നത്? അതായത് നമ്മുടെ അച്ഛനും അമ്മയുടെയൊക്കെ ജീവിതം, നമ്മളെ ചുറ്റുപാട് നമ്മൾ കണ്ടിട്ട് അപ്രീഷിയേറ്റ് ചെയ്തുള്ള വൈവാഹിക ജീവിതം, ഇതെല്ലാം നമ്മൾ അറിയാതെ നമ്മളിൽ പ്രതീക്ഷകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ജീവിതം ഉണ്ടാവേണ്ടത്. ഓക്കെ, ഇത് ആണ് പ്രതീക്ഷകളുടെ അവസ്ഥ. പ്രതീക്ഷകളുണ്ട്, ഒരുപാട് പുരുഷനുണ്ട്, സ്ത്രീക്കുണ്ട് വിവാഹം തുടങ്ങുന്നതിന് മുൻപ്. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും പറയില്ല. ഒരിക്കലും തീരാത്ത പ്രതീക്ഷകൾ രണ്ടു വീട്ടിലുണ്ട്. ഇതാരും പറയില്ല, പ്രകടിപ്പിക്കില്ല. എന്നിട്ടോ ഈ അവബോധ തലത്തിലുള്ളത് അടക്കം വിവാഹ ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ രംഗത്ത് വരാൻ തുടങ്ങും. ബോധതലത്തിലുള്ള അവബോധമെല്ലാം അവരറിയാതെ തന്നെ രംഗത്ത് വരാൻ തുടങ്ങും. അത് വരുന്നത് ഇന്ററാക്ഷനിലാണ് വരിക. പരസ്പരം ഇടപഴകുമ്പോഴാണ് ഓരോന്നായിട്ട് വരിക. ഞാൻ പ്രതീക്ഷിച്ചതല്ല അവരുടെ അടുത്ത് അപ്രതീക്ഷിതമായിട്ടല്ലേ, അങ്ങനല്ലേ? പ്രതീക്ഷയ്ക്ക് വിരുദ്ധ എന്നുള്ള മലയാള വാക്കാണ് അപ്രതീക്ഷിതം. എന്റെ ഭാര്യയിൽ നിന്നും അപ്രതീക്ഷിതമായിട്ടൊരു പെരുമാറ്റം, ഒരു സംസാരം ഞാൻ കേൾക്കുന്നു. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഞാൻ ആശയക്കുഴപ്പത്തിലാവും, എന്റെ ആശയവിനിമയം തകരാറിലാവും. നാം പഠിച്ചു കഴിഞ്ഞു, ആശയവിനിമയ തകരാറ് ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ്. ഇതാണ് പ്രതീക്ഷകൾ ഉണ്ടാക്കുന്ന വൈവാഹിക കുഴപ്പം. അതാണ് പ്രതീക്ഷകൾ ഉണ്ടാക്കുന്ന വൈവാഹിക കുഴപ്പം. ഇങ്ങനെയാണ്. ഇതാണ്. ഇത് 3 ലെവലിൽ ഉണ്ടെന്നാണ് പറയുന്നത്. 3 ലെവലില് പ്രതീക്ഷകളുണ്ട്. അത് എന്താണ്? അവർക്ക് വേണ്ടിയിട്ട് തന്നെ ചില പ്രതീക്ഷകൾ കൈവശം വെക്കുന്നുണ്ട്. തൻ്റെതായ തനിക്ക്, തൻ്റെ ഭാര്യ തനിക്ക് ഇന്നതൊക്കെ ചെയ്തു തരണം, തൻ്റെ ഭർത്താവ് തനിക്ക് ഇന്നതൊക്കെ ഇത് ചെയ്യണം എന്നുള്ള തരത്തിലുള്ള പ്രതീക്ഷ ആയിട്ട് ഉള്ള ഒരു തലമുണ്ട്. പിന്നെ രണ്ടാമത് ആ വിവാഹം എങ്ങനെ ഇരിക്കണം, അതായത് കുട്ടികളെ എങ്ങനെ വളർത്തണം, അല്ലെ? അങ്ങനെ ആ വിവാഹ ബന്ധം എങ്ങനെ ഇരിക്കണം. പിന്നെ ഇപ്പൊ വിവാഹ ബന്ധം പുരോഗമിച്ചിട്ട് അവരുടെ ഒരു ഭാവി നമ്മൾ പ്രതീക്ഷ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വേണം കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ട് ഭാവി എങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ 3 തലത്തിലാണ് പ്രതീക്ഷകളുടെ ലെവലുകൾ. ഞാനിത് എന്തിനാണ് ഇത് വ്യക്തമായിട്ട് ഇങ്ങനെ തന്നെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞു 3 കാര്യങ്ങളെ കുറിച്ച്, ആശയവിനിമയ പ്രശ്നം പറഞ്ഞു, നമ്മൾ കോൺഫ്ലിക്റ്റുകളുടെ സംഘർഷത്തെ കുറിച്ച് പറഞ്ഞു, പിന്നെ മൂന്നാമത് നമ്മൾ ഇന്റിമസി എന്ന് പറഞ്ഞു. അങ്ങനെ 3 കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണെങ്കിൽ പ്രതീക്ഷകളും ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ 3 തലത്തിലും നമ്മുടെ പ്രതീക്ഷകൾ എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. ഓരോരുത്തരും ചിന്തിക്കണം. വിവാഹം കഴിക്കാൻ തുടങ്ങുന്ന ഓരോ വ്യക്തിയും ചിന്തിക്കണം. വിവാഹം കഴിച്ച ഓരോ വ്യക്തിയും ചിന്തിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടും അവരെ അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ആർക്കെങ്കിലും കൂടുതൽ ആഡ് ചെയ്യാനുണ്ടോ ഈ വിഷയത്തില്? പ്രതീക്ഷകളുടെ വിഷയത്തിൽ എന്തെങ്കിലും കൂടുതൽ, എങ്ങനെയാണ് പ്രതീക്ഷകൾ കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ? അതിനെപ്പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടാവും? നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് കാണുന്ന സാഹചര്യങ്ങളിലൂടെയൊക്കെ പ്രതീക്ഷകളെ കേൾക്കാമോ സാറേ? കേൾക്കാലോ? പറഞ്ഞോളൂ സാറേ കേൾക്കാമോ? കേൾക്കാം പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ. ഇല്ല, റേഞ്ച് ഔട്ടാണ് സർ. റേഞ്ച് ഔട്ട് അല്ലേ? അറിയാതെ ഈ വിനിമയത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കും. അങ്ങനെ മെരിറ്റൽ ഡിസ്ട്രസ്, മെരിറ്റൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഇത്. അപ്പൊ അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? പ്രതീക്ഷകളിൽ ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ല
എന്റെ വിവാഹ ജീവിതം ഉണ്ടായത്. ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ല എന്റെ ഭാര്യയുടെ പെരുമാറ്റം. ഇതെങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പ്രതീക്ഷകളെ റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുക. റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യണം. റിയാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രതീക്ഷ. പറയൂ. യഥാർത്ഥ ജീവിതത്തിൽ ഇപ്പോഴുള്ള നിലവിലുള്ള സ്ഥലമാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ എക്സ്പെക്ടേഷൻസ് റിയാലിറ്റിയും കൂടെ അതിന്റെ ആ ഡിഫറൻസ് ആണ് പലപ്പോഴും നമ്മൾ സ്ട്രെസ്ഫുൾ ആയി മാറും. അപ്പൊ നമ്മുടെ എക്സ്പെക്ടേഷൻസിനെ മാറ്റിയിട്ട് റിയാലിറ്റിയുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആകാൻ ശ്രമിക്കും. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ആ റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. റിയാലിറ്റി മനസ്സിലാക്കി നമ്മളത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രതീക്ഷയെ കുറിച്ചുള്ള ചിന്ത നമ്മൾ കളയുന്നു. റിയാലിറ്റിയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷെ റിയാലിറ്റിയുമായി ബന്ധപ്പെട്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച ആ പ്രതീക്ഷ നടക്കില്ല എന്ന് ബോധ്യം വരുന്നു. പിന്നെ നമ്മുടെ മുമ്പിലുള്ള റിയാലിറ്റിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. ലൈഫ് മുന്നോട്ട് പോകും പ്രശ്നങ്ങളില്ലാതെ. റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ നിരാശരാണ്. നമ്മൾ പ്രതീക്ഷയും കിട്ടുന്നില്ല, ലൈഫും കിട്ടാതെ പോകും. സർ, പ്രതീക്ഷിച്ച പോലെ അല്ല സംഭവിക്കുക. പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു റിയാലിറ്റിയെ കുറിച്ച് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നാണ് സാർ പറഞ്ഞത്, അല്ലെ? പ്രകൃതിയുടെ നിയമമല്ലേ സാർ? അത് പ്രകൃതിയുടെ നിയമമാണ്. ആ നിയമം തെറ്റിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും പ്രോബ്ലത്തിലേക്ക് എത്തുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സാധാരണഗതിയില് ഒരുപാട് പ്രതീക്ഷകളും തീരാത്ത പ്രതീക്ഷകളും ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും പറയാറില്ല എന്നുള്ളതാണ്, പ്രകടിപ്പിക്കാറില്ല എന്നുള്ളതാണ് സാധാരണ സംഭവിക്കുന്നത്. അവിടെയാണ് ഏറ്റവും വലിയ പ്രോബ്ലം ഉണ്ടാവുന്നത്. അപ്പൊ നമ്മളൊന്ന് നല്ല വൈയക്തികമായ പശ്ചാത്തലത്തില് വൈയക്തികമായ പശ്ചാത്തലം ഉണ്ടാക്കിയെടുത്തത് വ്യക്തികൾ തമ്മിൽ നന്നായി ആശയവിനിമയം ചെയ്യാൻ പറ്റുന്ന ഒരു പശ്ചാത്തലം, അതാണ് വൈയക്തികമായ പശ്ചാത്തലം എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കിയെടുത്തിട്ട് ഇതൊന്ന് പങ്കുവെച്ചാൽ എന്താ കുഴപ്പം? ഞാൻ ഇതൊക്കെയായിരുന്നു പ്രതീക്ഷിച്ചത്, എന്റെ പ്രതീക്ഷകൾ ഇതൊക്കെയാണ്, ഞാൻ എങ്ങനെയാവണം ഒരു ഭർത്താവ് എന്നുള്ളവർക്ക് ഇങ്ങനെയാവണം, എന്റെ ഭാര്യ എന്നുള്ളവർക്ക് ഇങ്ങനെയാവണം എന്നുള്ള എന്റെ പ്രതീക്ഷ ഇതാണ്. നമ്മുടെ വൈവാഹിക ജീവിതത്തെക്കുറിച്ച് നമുക്ക് എന്റെ പ്രതീക്ഷ ഇതാണ്, നമ്മുടെ ഭാവിയെ കുറിച്ചുള്ള എന്റെ പ്രതീക്ഷ ഇതാണ് എന്നൊന്ന് പങ്കുവെക്കുന്നതിൽ എന്താണ് കുഴപ്പം? അപ്പോ നമ്മുടെ അനുഭവങ്ങളില് നമ്മുടെ കാഴ്ചപ്പാടുകള് അത് അഭിവൃദ്ധിപ്പെടുമ്പോ അങ്ങനെ വൈയക്തികമായുള്ള ഒരു പശ്ചാത്തലം വരികയാണെങ്കിൽ നമുക്കിത് ചർച്ച ചെയ്യാനും കഴിയും. നമുക്ക് പ്രതീക്ഷകൾ നമുക്ക് പറ്റുന്ന അത്ര എല്ലാം സാധ്യമാക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ. ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടാവും? നമുക്ക് നമ്മുടെ അവബോധ തലത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട് നമ്മുടെ മനസ്സിൻ്റെ അകത്ത്. അതിനെക്കുറിച്ച് നമ്മൾ അവെയർ ആയിട്ട് വരണം. അപ്പൊ അത് നമ്മളിൽ ആവശ്യമില്ലാതെ ആശയവിനിമയ പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കും. അറിയാതെ തന്നെ നമ്മൾ ചിലത് പറഞ്ഞു പോകും, ചിലത് ചെയ്തു പോകും. ഇതും കൂടി മനസ്സിലാക്കി കഴിയണം പ്രതീക്ഷകളുടെ കാര്യത്തിൽ വരുമ്പോൾ. ഒന്ന് പ്രകടിപ്പിക്കാൻ ശ്രമിക്കണം, അതിനുള്ള പശ്ചാത്തലം ഒരുക്കണം, എന്നിട്ട് പ്രകടിപ്പിച്ച് മുന്നേറാൻ പറ്റണം എന്നുള്ളതാണ് ഇത് രണ്ടും പറഞ്ഞിട്ടുള്ളത്. ഇനി പ്രതീക്ഷയെ കുറിച്ച് കൂടുതലില്ലെങ്കിൽ ഈ മെരിറ്റൽ എൻറിച്ച്മെന്റിനെ കുറിച്ച് തന്നെ കൂടുതൽ പറയാം. ഇനി എനിക്ക് ഒരേ ഒരു കാര്യത്തെ കൂടി പറ്റി പറയാനുള്ളത് ഈ പ്രതിജ്ഞാബദ്ധതയെ കുറിച്ചാണ്. അതിന്റെ മുന്നേ ഈ മെരിറ്റൽ എൻറിച്ച്മെന്റ് ഒരു പ്രിവെൻഷൻ മെത്തേഡാണ്. അതിന് പൊതുവായിട്ട് രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന്, എന്തൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സിൽ അത് കുറയ്ക്കുക, പിന്നെ പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് ഉയർത്തുക. റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ ചർച്ച ചെയ്തു. ആശയവിനിമയ തകരാറ്, സംഘർഷം, അതുപോലെ തന്നെ ഈ ഇന്ററാക്ഷനിലെ നെഗറ്റീവ് ഫീച്ചേഴ്സ്, നെഗറ്റീവ് വ്യതിയാനങ്ങൾ. ആദ്യം ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് കുറയ്ക്കാനുള്ള കാര്യങ്ങളാണ്. സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഏജൻസിനെ കണ്ടെത്തിയിട്ട് അത് ഇല്ലാതാക്കുക. സെക്കൻഡറി ആയിട്ട് ചെയ്യുന്നത് നേരത്തെ തന്നെ കാര്യങ്ങൾ കണ്ടുപിടിക്കുക,
എന്നിട്ട് പ്രോംപ്റ്റ് ആക്ഷൻ, പ്രോംപ്റ്റ് ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ്. നേരത്തെ തന്നെ നമ്മൾ എന്താണ് പ്രശ്നം എന്ന് കണ്ടെത്തുന്നത്. പിന്നീട് എന്ന് പറഞ്ഞാൽ നമ്മൾ പരിഹരിക്കാൻ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളെ വീണ്ടും കണ്ടെത്തിയിട്ട് പരിഹരിക്കുന്നു. ഇതാണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത്. പിന്നെ സാധാരണഗതിയിൽ മെരിറ്റൽ എൻറിച്ച്മെന്റ് പറ്റുന്നത് ആർക്കൊക്കെയാണെന്നുള്ളതാണ്. അത് ഡിസ്ട്രെസ്ഡ് അല്ലാത്ത ആൾക്കാർക്ക് അത് അവർക്കേ പറ്റുള്ളൂ. അല്ലാതെ ഒരുപാട് ഡിസ്ട്രെസ് ഉള്ള ആൾക്കാർക്ക് മെരിറ്റൽ ഇത് പറ്റില്ല, എൻറിച്ച്മെന്റ് പറ്റില്ല. നോൺ ഡിസ്ട്രെസ്ഡ് ആയുള്ള നമ്മൾ പറഞ്ഞു ഡിഫിക്കൽട്ടീസ് ഉള്ളവർക്കാണ് മെരിറ്റൽ എൻറിച്ച്മെന്റ് പറ്റുള്ളൂ. വളരെ കുറച്ച് ഡിസ്ട്രെസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അതില്ലെങ്കിൽ മോഡറേറ്റ്ലി ഡിസ്ട്രെസ്, കൂടുതൽ ഡിസ്ട്രെസ് ഉള്ള ആൾക്കാർക്ക് തെറാപ്പി തന്നെ വേണ്ടി വരും. ഈ എൻറിച്ച്മെന്റ് കൊണ്ട് പറ്റില്ല. എൻറിച്ച്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു ഫെസിലിറ്റേറ്റർ റോളിലെ തെറാപ്പിസ്റ്റ് ഉണ്ടാവുള്ളൂ, കൗൺസിലർ ഉണ്ടാവുള്ളൂ. തെറാപ്പി അവിടെ ഒന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് നോൺ ഡിസ്ട്രെസ്ഡ് ആയുള്ള ആൾക്കാർക്ക്, മൈൽഡ്ലി ഡിസ്ട്രെസ്ഡ് ആയാലും മോഡറേറ്റ്ലി ഡിസ്ട്രെസ്ഡ് ആയ ആൾക്കാർക്ക് മാത്രമേ എന്താണ് ചെയ്യുന്ന എൻറിച്ച്മെന്റ്. നെഗറ്റീവ് ഇന്റർനാഷണൽ പാറ്റേൺസ്, ഞാനത് കൂടുതൽ സംസാരിച്ചു. ആശയവിനിമയത്തെ കുറിച്ച് നെഗറ്റീവ് ഇന്റർനാഷണൽ പാറ്റേൺസ്, നെഗറ്റീവ് പാറ്റേൺസ് ഉണ്ട്, നെഗറ്റീവ് കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ് ഉണ്ട്, നെഗറ്റീവ് ഇന്റർനാഷണൽ പാറ്റേൺസ് ഉണ്ട്, പിന്നെ നെഗറ്റീവ് ഇന്റിമസി പാറ്റേൺസ് ഉണ്ട്, അല്ലെ? ഇതൊക്കെ കുറയ്ക്കുക. അതിന്റെ എവിടെയാണ് വ്യതിചലനം എന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള കറക്ഷൻ കൊടുക്കുക. പിന്നെ റിലേഷൻഷിപ്പിലെ വിശ്വാസങ്ങൾ റിലേഷൻഷിപ്പ് ബാധിക്കുന്നുണ്ടായിരിക്കും, അത് മനസ്സിലാക്കിയിട്ട് അത് തിരുത്തുക. പിന്നെ ഈ പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞു, പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് കൂട്ടല് ഒരു കാര്യമാണെന്ന് പറഞ്ഞു. ഫ്രണ്ട്ഷിപ്പ് കൂട്ടുക, ഇന്റർപ്രേഷൻ സപ്പോർട്ട് കൂട്ടുക, മ്യൂച്വൽ ഡെഡിക്കേഷൻ ദമ്പതികൾ തമ്മിൽ കൂട്ടുക. ഇത്രയൊക്കെയാണ് ഇതിൽ ചെയ്യാറുള്ളത്. പിന്നെ എപ്പോഴാണ് മെരിറ്റൽ എൻറിച്ച്മെന്റ് ചെയ്യേണ്ടത്? മെരിറ്റൽ ഡിസ്ട്രെസ്സിൽ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും നമ്മൾ ഫീൽ ചെയ്യാന്ന് വെച്ചോളൂ, എന്തെങ്കിലും മെരിറ്റൽ ഡിഫിക്കൽട്ടി നമുക്കുണ്ട്, വലിയ പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. വളരെ യങ് ഏജിൽ, അത് വൈവാഹിക ജീവിതത്തിന്റെ തുടക്കത്തിൽ ഫസ്റ്റ് ഇയേഴ്സ് ഓഫ് ദ മാരേജിലാണ് മെരിറ്റൽ എൻറിച്ച്മെന്റ് എഫക്റ്റീവ് ആവുന്നത്. അല്ലാതെ വന്നു കഴിഞ്ഞാൽ തെറാപ്പിയിലോട്ട് പോകേണ്ടി വരും. അതുകൊണ്ടാണ് പല മാരേജുകളും തകരുന്നത്, ഒരു നിവൃത്തിയില്ലാതെ ഡിവോഴ്സിലേക്ക് പോകുന്നത്. അപ്പൊ അതാ പറയുന്നത്. അപ്പൊ തെറാപ്പി വഴി മാത്രമേ പിന്നെ അത് മാറ്റാം. കുറെ നീണ്ടു കഴിഞ്ഞ് തെറാപ്പി വഴിയേ പറ്റുള്ളൂ. അപ്പൊ നേരത്തെ തന്നെ കണ്ടെത്തിയിട്ട് നമ്മൾ എൻറിച്ച്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ ഇമ്പോർട്ടൻറ്റ് ട്രാൻസിഷൻസ്, അതായത് കുട്ടികൾ ജനിക്കുന്നത്, താമസം മാറ്റുന്നത്, ഒരു മൂലകുടുംബത്തിൽ നിന്ന് വേറെ സ്വയം ഒന്നിച്ച് താമസം മാറുന്നത്, അതുപോലെ ട്രാൻസ്ഫർ ഓഫ് ദ ജോബ്, അങ്ങനെയൊക്കെയുള്ള ട്രാൻസിഷൻ വരുന്ന സമയത്തും ഇത് ആവശ്യമാണ്. പിന്നെ ലൈഫ് സൈക്കിൾ മാറുന്നത്, താമസ വ്യവസ്ഥ ഞാനത് പറഞ്ഞു കഴിഞ്ഞു, ന്യൂക്ലിയർ സെറ്റിൽ നിന്ന് ജോയിന്റ് ഫാമിലിയിലേക്ക് മാറുമ്പോൾ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ മെരിറ്റൽ എൻറിച്ച്മെന്റ് ചെയ്യാം. ഇനി എങ്ങനെയാണ് ഈ മെരിറ്റൽ എൻറിച്ച്മെന്റ് നടത്തുന്നത്? ഇത് കൗൺസിലിംഗ് റൂമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വ്യക്തിഗതമായിട്ട് നമുക്ക് നടത്താം. ഓരോ വ്യക്തിയായിട്ടും സംസാരിച്ചിട്ട് നമുക്കൊരു ഫെസിലിറ്റേറ്ററിന്റെ റോളിൽ മാത്രം നിന്ന് സംസാരിച്ചിട്ട് നടത്താം. ഒന്നിച്ച് ആൾക്കാരെ ഇരുത്തിയിട്ടും ഗ്രൂപ്പ് ഡിസ്കഷൻ വഴി ചെയ്യാവുന്ന വിഷയമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോ 7 സെഷൻ വഴി നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മളിങ്ങനെ സംസാരിച്ചു വരുന്നു, നമുക്ക് ചില ഐഡിയാസ് കിട്ടുന്നു, നമ്മൾ അതിന്റെ ടെക്നിക്സുകൾ നമുക്ക് കിട്ടുന്നു. ആ സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അറിയാതെ പോകും, അല്ലെങ്കിൽ നമ്മളങ്ങനെ പോകണം. എന്നിട്ട് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ അത് എൻറിച്ച്മെന്റ് ആയിട്ട് വരും. അതാണ് ഇപ്പോൾ ഇത്രയും സെക്ഷൻസ് എടുക്കാനും ചർച്ച ചെയ്തിട്ടും ഇത്രയധികം ചർച്ച ചെയ്യാനുള്ള കാര്യം. അതാണ് ഈ നേരത്തെ പറഞ്ഞ ആശയവിനിമയം, ഇന്റിമസി, സംഘർഷ പരിഹാരം, ഇവ അവതരിപ്പിക്കും കൗൺസിലർക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ ഒരു പ്രത്യേക ദമ്പതികൾക്ക് എന്ത് വേണം, എൻറിച്ച്മെന്റ് വേണോ തെറാപ്പി വേണോ എന്നുള്ളത്. അത് തീരുമാനിക്കാനുള്ള ഇത് വൈദഗ്ധ്യം കൗൺസിലർക്കാണ് ഉണ്ടാകുക. അതല്ല, ദമ്പതികളല്ല തീരുമാനിക്കേണ്ടതാണ് മനസ്സിലാക്കുന്നത്. അപ്പോ ഇതൊരു അഡ്ജന്റ്, അതായത് ഒരു തെറാപ്പിയുടെ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. തെറാപ്പിക്ക് ശേഷം ഇത് ഉപയോഗിക്കാവുന്ന കാര്യമാണ്. അപ്പോ എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ഇത്രയും 6-7 സെഷൻ വഴി നമ്മളിത് എല്ലാം ചർച്ച ചെയ്തു, ഇങ്ങനെ സംസാരിച്ചു. എന്നിട്ട് അംഗങ്ങളോട് അവരുടെ അനുഭവം വീക്ഷണം ചോദിക്കുക, എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. എന്നിട്ട് അവരുടെ വൈവാഹിക ജീവിതത്തിലേക്ക് കിടക്കാം. എന്നിട്ട് അതിന്റെ സ്ട്രെങ്സും വീക്ക്നെസ്സും കണ്ടെത്തിയിട്ട്
രണ്ട് രീതിയിൽ കാര്യങ്ങൾ മെച്ചപ്പെടുത്താം. ഒന്ന് ഇൻസൈറ്റുകൾ ഉണ്ടാക്കിയിട്ട്, നമുക്കറിയാം കൗൺസിലിംഗ് അറിയുന്ന ആൾക്കാർക്ക് ഇൻസൈറ്റിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അറിയാം. പിന്നെ ചിലത് ബിഹേവിയർ സ്ട്രാറ്റജീസ് മാത്രമേ, ചില സ്വഭാവങ്ങൾ മാറ്റിയാൽ മാത്രമേ ചിലത് വ്യത്യാസപ്പെട്ടു ബിഹേവിയർ സ്ട്രാറ്റജീസും ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ എവിടൊക്കെയാണ് മെരിറ്റൽ ഇന്റർവെൻഷനിൽ വിജയിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒരു ആ വീട്ടില് ഡൊമസ്റ്റിക് അബ്യൂസ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എക്സ്ട്രാ മെരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത് ഏതെങ്കിലും ഒരു ദമ്പതിക്ക്, അവിടെ മെരിറ്റൽ എൻറിച്ച്മെന്റ് നടക്കില്ല. അത് മനസ്സിലാക്കിയെടുക്കണം. എന്തെങ്കിലും സൈക്കാട്രിക് ഡിസോർഡർ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മെരിറ്റൽ എൻറിച്ച്മെന്റ് നടത്തുന്ന കൗൺസിലർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം ഏതാണ്, ഈ ആർക്കെങ്കിലും മനോരോഗം ഉണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയണം. ഉണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല. ഈ വക സംസാരങ്ങളും ഇതൊന്നും അവരുടെ മനസ്സിലേക്ക് എത്തില്ല. എന്തെങ്കിലും ഇപ്പൊ നേരത്തെ അതാണ് ഞാൻ പറഞ്ഞ നാർസിസിസ്റ്റിക് ഇതിന്റെ കാര്യം പറഞ്ഞു മാം ഒത്തിരി തവണ. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല. ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ട്രേറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല. പിന്നെ സബ്സ്റ്റൻസ് അബ്യൂസ്, ഈ മദ്യം മയക്കുമരുന്നിന്റെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയും ഇതൊന്നും നടക്കില്ല. ഇനി എന്താണ് ചെയ്യുന്നതാണ് കുറിച്ച് എക്സ്പ്ലോറേഷൻ ആൻഡ് സ്കിൽ ട്രെയിനിങ് ത്രൂ റിഫ്ലക്റ്റീവ് സ്പൗസൽ ആൻഡ് കപ്പിൾ ബേസ്ഡ് എക്സസൈസസ്. പല രീതികളുണ്ട് മെരിറ്റൽ എൻറിച്ച്മെന്റിന്. ഈ ക്ലാസ് എടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് പരിചയപ്പെടുത്താന്ന് മാത്രം. ഞാൻ നോക്കിയപ്പോ ഈ ഇതിലെല്ലാം അടിച്ചു നോക്കിയപ്പോ ഇതില് എന്താ പറയാ, ഗൂഗിളിലെല്ലാം അടിച്ചു നോക്കിയപ്പോ ഒരുപാട് കാണാനില്ല ഇതിനെക്കുറിച്ച്. പക്ഷെ ഇതൊരു നല്ല മെത്തേഡാണ്, നല്ല രീതിയാണിത്. കാര്യം ഇത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പ്രവൃത്തിയിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് സമൂഹത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ടാവും എന്നുള്ള നിലയ്ക്കാണ് ഞാനിത് ഒരു കമ്മ്യൂണിറ്റി അവയർനെസ് എന്നുള്ള നിലയ്ക്ക് അവതരിപ്പിക്കാൻ വെച്ചതും. അപ്പോ ഞാനത് കൂടെ ആവർത്തിച്ചുള്ള കാര്യമാണ്, ഈ ആദ്യം തൊട്ട് തുടങ്ങുന്ന ഇടപെടൽ പ്രകൃതങ്ങളാണ്, അതിനെ ആശ്രയിച്ചിട്ടാണ് വൈവാഹിക സംതൃപ്തി ഉണ്ടാവുന്നത്. അപ്പോ അത് മാറ്റാൻ നമുക്ക് എങ്ങനെ മാറ്റാൻ കഴിയും? അതിൽ ഏത് സ്റ്റേജിൽ വ്യതിചലനം സംഭവിച്ചിട്ടുണ്ട്, അവിടെ അത് ഏത് വഴി തിരുത്താൻ പറ്റും എന്ന് മനസ്സിലാക്കിയിട്ട് ബോധവാന്മാരാക്കുക എന്നുള്ള ആദ്യത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ശൈലികൾ, അതായത് സംഘർഷ പരിഹാരത്തിന് ഓരോ ശൈലികളും അത് മൂലകുടുംബത്തിൽ നിന്ന് പഠിച്ചതായിരിക്കും, അത് തന്നെ ആവർത്തിക്കായിരിക്കും. അത് മനസ്സിലാക്കിയിട്ട് അതിലെ പെശകുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് അത് കറക്റ്റ് ചെയ്യുക. പിന്നെ മൂന്നാമത്തെ കാര്യം ഇന്ന് സംസാരിച്ച വിഷയമാണ് ഇന്റിമസി പാറ്റേൺസ്. അത് തെറ്റുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് എക്സ്പ്ലെയിൻസ് കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് മെരിറ്റൽ പാറ്റേൺസ് ടു ചേഞ്ച് റിലേഷൻഷിപ്പ് ഫങ്ഷനിങ്. വൈവാഹികമായിട്ട് നമ്മൾ ഓരോ ദമ്പതികള് ഏതൊക്കെ പ്രകൃതങ്ങളാണോ സ്വയം ശീലിച്ചിട്ടുള്ളത്, ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും പറയുന്നു, ഒരു വിഷയം മാത്രമാണ് ഇത് സംസാരിക്കാത്തത്, കമ്മിറ്റ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ, കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ, ഇന്റിമസി, കമ്മിറ്റ്. ഈ 3 കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. കമ്മിറ്റ്മെന്റ്, പ്രതിജ്ഞാബദ്ധത എന്നുള്ള വിഷയത്തെ കുറിച്ച് ഞാൻ ആദ്യമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോ ഇതില് ക്ലിയർ ആണോ ഞാൻ പറയുന്നതെല്ലാം? ഓക്കെ സാർ, ക്ലിയർ ആണല്ലേ അല്ലെ? ഇനിയിപ്പോ അടുത്ത സ്റ്റേജ് ആയിട്ട് നമുക്ക് 8-11 ആയല്ലോ അല്ലെ? അടുത്തായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും കൂടി ഒന്ന് റിവ്യൂ ചെയ്തിട്ട്, ഈ ആശയവിനിമയത്തിന്റെ ആയിട്ടുള്ള ഒരു സ്ലൈഡ് ഉണ്ട്, അതുപോലെ തന്നെ ഈ പല കാര്യങ്ങൾക്ക് കമ്മിറ്റ്മെന്റിന്റെ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ഒന്നും കൂടി റിവ്യൂ, ഇന്റിമസിയെ കുറിച്ച് ഒന്നും കൂടി റിവ്യൂ ചെയ്തിട്ട് പ്രതിബദ്ധത ഇതും കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേഷനിൽ നിർത്താം എന്നാണ് ഞാൻ. അതുപോലെ തന്നെ കൗൺസിലർക്ക് ഗൈഡ് ലൈൻസ് അടുത്ത സ്റ്റേഷനിൽ നിർത്താം. അത് ഇപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്താലോ? ഇതിൽ തന്നെ സ്റ്റോപ്പ് ചെയ്താലോ? എന്താ വേണ്ടേ? ഇത് അടുത്ത ആഴ്ച നമുക്ക് വേണേ പറയാം, കുഴപ്പമില്ല. അടുത്ത ആഴ്ച ഒരു സെഷൻ കൂടി വെക്കാം അല്ലെ? കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്, കമ്മിറ്റ്മെന്റ് എന്നുള്ളത് അടുത്ത ആഴ്ച സെഷനിലേക്ക് വെക്കാം. ആ സമയത്ത് മറ്റേതൊന്ന് റിപ്പീറ്റ് ചെയ്താൽ മതി, നമുക്കൊന്ന് റിവൈസ് ചെയ്യാം, എല്ലാം ഒന്ന് റിവൈസ് ചെയ്യാം. എന്നിട്ട് കമ്മിറ്റ്മെന്റ് കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്തതില് നമുക്കിത് ഈ സെഷനുകൾ സ്റ്റോപ്പ് ചെയ്യാം.
ഓക്കെ, അപ്പൊ ഷെയറിംഗ് നിർത്തിക്കോട്ടെ. ഓക്കെ സർ. ഓക്കെ, ഇപ്പൊ നമ്മള് 3 ഏരിയകൾ വളരെ കൃത്യമായിട്ട് കണക്റ്റഡ് ആക്കി. ഒന്ന് കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ, അത് സ്വതസിദ്ധമായിട്ടുണ്ടാകുന്നു, അല്ലെങ്കിൽ നമ്മള് മറ്റു വ്യക്തികളിൽ നിന്നൊക്കെ മാതാപിതാക്കളിൽ നിന്ന് കണ്ട് സ്വീകരിക്കുന്ന ആ കമ്മിറ്റ്മെന്റ് പാറ്റേൺസിനുണ്ടാകുന്ന വ്യതിയാനങ്ങൾ പലപ്പോഴും മാരിറ്റൽ എൻറിച്ച്മെന്റിന് ഉതകുന്ന രീതിയിലാണ്. പിന്നെ വരുന്നത് കോൺഫ്ലിക്ട് റെസൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു, അതിനുപയോഗിക്കുന്ന രീതിയാണ്. പിന്നെ പറഞ്ഞ ഇന്റിമസി പാറ്റേൺസ്. ഈ 3 കാര്യങ്ങളെ കുറിച്ച് വളരെ ആധികാരികമായിട്ട് നമ്മൾ ചർച്ച ചെയ്തു. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചു. ഒരു ഏരിയ കൂടി ഉണ്ട്, തീർച്ചയായിട്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇനിയിപ്പോൾ ഉള്ളത് ഓക്കെ, ഇതിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ആണ്. എന്തെങ്കിലും കൂടുതൽ അഡീഷൻസ് ആയിട്ട് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പറയാം. ഇന്റിമസിയെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. പിന്നെ എവിടെയൊക്കെയാണ് അത് ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മളിത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു. ഓക്കെ, ആർക്കാണ് ഷെയർ ചെയ്യാൻ പറ്റുന്ന എനിത്തിങ് എൽസ്, ഇതുമായിട്ട് കൂടുതൽ ഷെയർ ചെയ്യാനുള്ള വിഷയങ്ങൾ? ഓമർ സാർ പറഞ്ഞോളൂ. ഓമർ സാർ കേൾക്കാവോ? അൺമ്യൂട്ട് ചെയ്യും. ഇത് പ്രത്യേകമല്ല, നല്ല ക്ലാസ് ആയിരുന്നു അത് പറയാനുള്ളത്. കാരണം ഇന്ന് എല്ലാ രംഗത്തും ടച്ച് ചെയ്തിട്ടുണ്ട്. നല്ല കാര്യം, നല്ല ക്ലാസ്. ഓക്കെ, പരമേശ്വരൻ സാർ കേൾക്കാമോ? അമർജ്യോതി മാം. കേൾക്കാം സാർ. എനിക്ക് ഒരു സംശയം. ആ ഇന്റിമസി എന്ന് പറയുന്നത് ടിഎയിലുള്ള ഇന്റിമസിയും ഇതുമായിട്ട് ബന്ധമുണ്ടോ? ഓക്കെ, പരമേശ്വരൻ സാറിന് വീഡിയോ ഓൺ ചെയ്യോ? ഓക്കെ, സാർ ഞാനും ടി എ ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. BTA വരെയൊക്കെ എത്തിയിട്ടുള്ള ആളാണ്. സാർ അതിന്റെ ആളാണെന്ന് എനിക്ക് അറിയാം, അതുകൊണ്ട് ചോദിച്ചതാ. സാർ ടിഎയിലെ മെരിറ്റൽ ഇന്റിമസിയെ കുറിച്ച് മാത്രമല്ല, പൊതുവായിട്ടുള്ള ഇന്റിമസിയെ കുറിച്ചാണ് പറയുന്നത്. അത് പ്രത്യേക ഉദ്ദേശം വെച്ച് പറയുന്ന വിഷയങ്ങളാണ്. അത് ഇതിനായിട്ട് ബന്ധപ്പെടുത്താതിരിക്കുകയാണെങ്കിൽ നല്ലത്. കാരണം അത് അത് ടിയുടെ ഒരു ഫ്രെയിംവർക്ക് ആണ് അല്ലെ? അവിടുത്തെ ഇന്റിമസി ചൈൽഡ് ഈഗോ സ്റ്റേറ്റിനെ ഒക്കെ ബന്ധപ്പെടുത്തിയിട്ടും ഒക്കെയാണ് അത് പറയണത്. അപ്പൊ അങ്ങനെ ഈഗോ സ്റ്റേറ്റിന്റെ കൺസിഡറേഷൻ ഒന്നും നമ്മുടെ മോഡേൺ സൈക്കോളജിയിൽ ഇല്ലല്ലോ. അതൊന്നും അതുപോലെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല മോഡേൺ സൈക്കോളജി. അമർജ്യോതി മാം കേൾക്കുന്നുണ്ടോ? ഇല്ല. രമാവതി മാം. യെസ് പറയും. സാറിന്റെ ക്ലാസ് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ ഈ പ്രധാനം ഞാൻ മനസ്സിലാക്കിയത്, ഈ ഓരോരോ ആളും എടുക്കുന്ന പാറ്റേൺ അവരുടെ പാരന്റ്സിന്റെ അടുത്തൊന്നും അറിയാതെ കോപ്പി ചെയ്യുന്ന രീതിയിലാണ് പിന്നീട് വരുന്നത് ഉള്ള ലൈഫില്. പിന്നെ ഈ കപ്പിൾസിന്റെ റിലേഷനെ ഞാൻ പ്രധാനമായിട്ടും മനസ്സിലാക്കിയത്, ജാതിനെ ഒന്നും പറയല്ല, ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണ് കൂടുതൽ കാണുന്നത്. ഈ ഉമ്മമാര് വല്ലാണ്ട് ആൺകുട്ടികളെ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അവര് ഡിവോഴ്സ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യും, കെട്ടണം എന്ന് പറഞ്ഞാൽ കെട്ടും. അത് എന്ത് സൈക്കോളജി അവർ ഉപയോഗിക്കുന്നതെന്ന് അറിയില്ല. ഭയങ്കര ബോണ്ട് ഭയങ്കരമായിട്ട് കൺട്രോളിൽ വെച്ചിട്ട് പല കുട്ടികളും വന്നു പറയും, എന്ത് തെറ്റ് പയ്യന്മാര് ചെയ്താലും, പയ്യന്മാരല്ല, ഈ ഉമ്മമാര് ചെയ്താലും ആൺകുട്ടികള് അവരെ അമ്മേനെ സപ്പോർട്ട് ചെയ്യാം, ഒരിക്കലും ഭാര്യനെ സപ്പോർട്ട് ചെയ്യില്ല. അങ്ങനെയുള്ളൊക്കെ ഇങ്ങനെ കാണുമ്പോ ഞാനിങ്ങനെ വിചാരിക്കും, എന്താണ് അത്, അങ്ങനെ ഒരു എങ്ങനെയാണ് ഇവർ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാക്കി എടുക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. സാറിന്റെ ശ്രദ്ധയിൽ അത് പെട്ടിനൊന്നും എനിക്കറിയില്ല. അങ്ങനെ നമ്മളെ ഹിന്ദുക്കളിലും ഉണ്ട് അത്. ചില ഫാമിലികളിലൊക്കെ ആൺകുട്ടികളെ വല്ലാണ്ട്, അതായത് എന്താ, അമ്മയായിട്ടൊരു ഭയങ്കര ഈ സൈക്കോളജിയിലില്ലേ ഒഡിപ്പിയസ് നേച്ചർ, അത് കറക്റ്റായിട്ട് ഇതായിട്ട്, പിന്നെ ഭാര്യനെ അവരെപ്പോഴും അമ്മയായിട്ടാണ് കമ്പയർ ചെയ്തിട്ട്, അപ്പൊ ആ ലൈഫ് ആകെ സ്പോയിൽ ആവുന്നുണ്ട്. സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഓക്കെ സാർ, എനിയോ താങ്ക് യു വെരി മച്ച് സർ. നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. അതായത് സാമൂഹ്യ സാംസ്കാരിക സ്ഥാപനമാണ് വിവാഹം. അതില് സാംസ്കാരികമായുള്ള ഘടകം കൂടിയുണ്ട്. അപ്പോ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പാടുള്ളൂ അല്ലെ? അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മതങ്ങളൊക്കെ ഒരു പരുവപ്പെടുത്തിയിട്ടുള്ള വിഷയമാണല്ലോ വിവാഹം.
ഇത് ഈ രീതിയിൽ വേണം, അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വ്യവസ്ഥകള് അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിനെ കുറിച്ചാണ് മാം പറഞ്ഞത്. അപ്പോ അതിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കൗൺസിലർ ആവുമ്പോ കൗൺസിലർക്ക് അതിനൊക്കെ റെസ്പെക്ട് ചെയ്യാനേ പറ്റുള്ളൂ. നമുക്ക് ന്യൂട്രാലിറ്റി മാത്രമേ പറ്റുള്ളൂ. അതായത് ഒരിക്കലും നമ്മള് ആരുടെയും ഭാഗം നിൽക്കില്ലല്ലോ. ഏത് മതമായാലും മതത്തിന്റെ വിശ്വാസത്തെ പരിപൂർണമായിട്ട് നമ്മൾ പിന്തുണയ്ക്കും ആ മതം. പക്ഷെ അതില് ഇതൊക്കെ മറ്റേ ഞാനിപ്പോ പറഞ്ഞ വിഷയങ്ങളെല്ലാം പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാത്തിലും പൊതുവായിട്ട് നിൽക്കുന്നത്. എല്ലാ വിശ്വാസങ്ങളിലും എല്ലാ വ്യവസ്ഥകളിലും ഈ പറഞ്ഞ ആശയവിനിമയത്തിന്റെ വിഷയം ഇതൊക്കെയാണല്ലോ ഞാൻ പറഞ്ഞത്, കോൺഫ്ലിക്ട് റെസൊല്യൂഷന്റെ വിഷയം. അതൊക്കെ പൊതുവായിട്ടുള്ള. പക്ഷെ ഇതിനൊക്കെ ചില പാറ്റേണുകളുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇതൊക്കെ പാറ്റേൺ വഴിയാണ് നടക്കുന്നത്. ആ പാറ്റേണുകൾ മനസ്സിലാക്കാൻ പറ്റണം. അതാണ് നമ്മുടെ ഉത്തരവാദിത്തം വരുന്നത്. ഇത് ഇപ്പൊ ഞാൻ അറിയാതെ എന്നില് ദൃഢമായ എന്റെ സ്വഭാവമായി മാറിയിട്ടുള്ള ചില കാര്യങ്ങളാണ് എനിക്ക് തന്നെ പ്രശ്നമായിട്ട് വരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് അതില് ഇന്ന രീതിയിൽ, ഇന്ന സ്റ്റേജിൽ, ഇന്ന ഘട്ടത്തിൽ അത് ആ പാറ്റേൺ എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. അത് ഇപ്പോ പാറ്റേണെ കുറിച്ച് മനസ്സിലാവും. ഒരിടത്ത് ഞാൻ ഭാര്യ ഭർത്തക്കാരന്മാരുടെ വഴക്കുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. അത് സ്റ്റാർട്ട് സ്റ്റോപ്പ് അല്ലെ, അങ്ങനെയാണ് നടക്കുന്നത്. ഒരു സ്റ്റാർട്ട്, ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്നു, എന്നിട്ട് ഒരു പ്രത്യേക രീതിയിൽ വഴക്ക് തുടങ്ങുന്നു, എന്നിട്ട് അവസാനിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. ഇതിനാണ് പാറ്റേൺ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് വൈവാഹിക ജീവിതങ്ങളിലെ ആശയവിനിമയം നടക്കുന്നത്. വൈവാഹിക ജീവിതത്തിലെ കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണ്, വഴക്കിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതേ രീതിയൊക്കെ തന്നെയാണ് ആശയവിനിമയങ്ങളും നടക്കുക. അതേമാതിരി തന്നെയാണ് ഇത് ഈ ഇന്റിമസിയിലും പാറ്റേണുകളായിട്ടാണ് നടക്കുന്നത്. ഇത് ഒരു കാര്യം ചോദിക്കട്ടെ, ഇതില്ലേ മെയിൽ ഷോവനിസം എല്ലാത്തിലും ഇല്ലേ, ഇപ്പോഴും ഇല്ലേ? അതാണ് ശരിക്കും ഈ നമ്മളെ ഫാമിലിയിൽ കാണുന്നത്. അതായത് കുട്ടികൾ അച്ഛൻ അമ്മയോട് പെരുമാറുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ടാണ് കുട്ടികൾ വലുതായാല് അവരെ ഭാര്യമാരോട് പെരുമാറുന്നത്. അതായത് ശരിക്ക് ആ റെസ്പെക്ട് ചെയ്യാത്ത ഭാര്യനെ ഇങ്ങനെ മക്കളെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുന്നതാണെങ്കിൽ കുട്ടികൾ വലുതായാലും അവരെ ഭാര്യനെ ഇൻസൾട്ട് ചെയ്യും, റെസ്പെക്ട് ചെയ്യില്ല. അവരെ വിചാരം എന്ന് വെച്ചാൽ ഒരിക്കൽ ഭർത്താവിനെ മാത്രമേ റെസ്പെക്ട് ചെയ്യാൻ പാടുള്ളൂ, ഭാര്യനെ ഭർത്താവ് റെസ്പെക്ട് ചെയ്യണമെന്ന് ഒരിക്കലും പറയും. നമ്മളെ എല്ലാ ഇതില് കൾച്ചറിൽ അതാ പഠിപ്പിക്കുന്നത്. അതാണ് നമ്മളെ സമൂഹത്തിൽ വരുന്ന ഇന്ന് ഇത്രയും സ്ത്രീകൾ ചവിട്ടിത്തേക്കാനുള്ള ഒരു കാരണം ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ നമ്മൾ സ്ത്രീകളെ റൈറ്റ്സിന് വേണ്ടി അടിച്ചിടുന്നു. വീഡിയോ ഓൺ ചെയ്തില്ലായിരുന്നു, ചെയ്യാമോ? ഓക്കെ മാം പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പൊ പെട്രിയാർക്കൽ സൊസൈറ്റി അല്ലേ. പക്ഷെ ഇന്നത്തെ ലോകത്ത് പലതും മാറിയിട്ടുണ്ട്, ഇനി ഒരുപാട് മാറാനിരിക്കുന്നുണ്ട്. മാം പറഞ്ഞതിൽ ഏറ്റവും വലിയൊരു പോയിന്റ് ഞാൻ കണ്ടെത്തിയതെന്നുണ്ടെങ്കിൽ മാം ഈ പാരന്റിങ് സ്റ്റൈൽ അടക്കം പാറ്റേൺ ആണ്. ഇതുപോലെ നമ്മള് കുട്ടികളെ വളർത്തുന്ന രീതി അല്ലെ, അതല്ല പാരന്റിങ്. ഈ പാരന്റിങ്ങും നമ്മുടെ അച്ഛനമ്മയുടെ നിന്നൊക്കെ പഠിച്ചിട്ടുള്ള ആ സാധനം അതേപടി നമ്മൾ അങ്ങനെ പകർത്തുകയാണ്. അങ്ങനെ ഒരു പാറ്റേൺ ആയിട്ട് തന്നെയാണ് നടക്കുന്നത്. ഇപ്പൊ മാം പറഞ്ഞില്ല, ആ കുടുംബത്തിൽ കണ്ടുപഠിച്ചിട്ടുള്ള അതേ രീതിയിൽ ഭാര്യ എടുത്ത് പെരുമാറും. അത് പാറ്റേൺ ഈ പഠിച്ച പാറ്റേൺ ആണ്. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ തിരുത്തി തന്നെ നിൽക്കും. അത് അല്ലാതെ വേറെ വഴിയില്ല. അതാണ് മെറിറ്റ് എൻറിച്ച്മെന്റിന്റെ രീതി. താങ്ക് യു സർ. താങ്ക് യു സർ. സാറേ ട്രെയിനിലാകുമ്പം റേഞ്ച് പ്രശ്നമാണ് സാറേ. അതിന്റെ കേൾക്കാമോ സാറേ? അതായത് ഈ നമ്മള് കുട്ടികൾ വളരുമ്പോ തന്നെ ഇപ്പൊ പെൺകുട്ടികൾക്ക് സാധാരണ രീതിയിൽ എനിക്ക് തോന്നുന്നു അച്ഛന്മാരോടാണ് ഇഷ്ടം ഉണ്ടാവുക. അപ്പൊ ഡാഡി എന്ന് പറഞ്ഞിട്ട് അവരോടാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ അങ്ങനെ അധികം കേസും ഇപ്പൊ സ്റ്റഡി ചെയ്യുമ്പോ അങ്ങനെയാണ്. അപ്പം അങ്ങനെയാകുമ്പം കുട്ടികള് അച്ഛനാണ് റോൾ മോഡലായിട്ട് വെക്കുക. അതിന് വിപരീതമായിട്ട് കല്യാണം കഴിച്ചിട്ടാകുമ്പോ ഈ കുട്ടി കാണുന്നത് എന്നെ പരിഗണിക്കുന്നില്ല, അമ്മേനെ പരിഗണിക്കുന്നു, സ്വന്തം പെങ്ങളെ പരിഗണിക്കുന്നു.
അപ്പൊ ആ കുട്ടിക്ക് ഒരു വല്ലാത്ത അവസ്ഥ. അത്രയും അച്ഛനും അമ്മയും നല്ല രീതിയിൽ പെരുമാറുന്നു, അച്ഛൻ എന്നോട് നല്ലതായിരുന്നു. അപ്പം അവിടുന്ന് ശരിക്കും നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള ആ കുട്ടീന്റെ കാഴ്ചപ്പാട് തന്നെ മാറുകയാണ്. അങ്ങനെ മാറുമ്പോ ആ കുട്ടിക്ക് സ്വാഭാവികമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള അവസ്ഥയില് കുട്ടിക്ക് നല്ലൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ആ ഫ്രണ്ടിനോട് ഷെയർ ചെയ്യുമ്പോൾ കുറച്ച് മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടാതെ ഈ രണ്ടുപേരും കൂടി കൗൺസിലിങ്ങിന് പോകുന്നതും നല്ലതായിരിക്കും. കാരണം അത് ഒരുമ്പെടണം, രണ്ടുപേരും വേണം, അല്ലാതെ ഒരാൾ പോയിട്ട് കാര്യമില്ല. അപ്പൊ അവര് തമ്മിലുള്ള എന്താ പ്രശ്നം എന്നുള്ളത് അതിനനുസരിച്ചിട്ട് മാറാൻ പറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സാറേ. താങ്ക് യു. ഫാമിലി കൗൺസിലിംഗ് ആയാൽ മതിയല്ലോ. ഫാമിലി കൗൺസിൽ ചെയ്താൽ മതി, ഫാമിലി ഒന്നിച്ച് കൗൺസിൽ ചെയ്യാം. അപ്പൊ അപ്പോഴും അതങ്ങനെ ഒരു ഓപ്ഷൻ സാറേ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോവാറില്ല, പോവുകയില്ല. കാരണം അവര് തമ്മിൽ വഴക്കല്ലേ. അതുകൊണ്ട് എത്ര ഈ ഭർത്താവ് ഭാര്യ വിളിച്ച ഭർത്താവ് വരത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഫാമിലി കൗൺസിലിംഗ്, ഫാമിലി കൗൺസിലിംഗ്, ഫാമിലിയിലേക്ക് ഫാമിലി തെറാപ്പി ഒക്കെ ഇല്ല, ചെയ്യാം. ഒരാൾ വെച്ച് മീഡിയേറ്റർ വേണ്ടി ഒരാൾ വരും. വെച്ച് മതിയോ? ഒരു മീഡിയേറ്റർ വേണ്ടി വരും. മീഡിയേറ്റർ, ഒരാൾ മാത്രമേ പോകാൻ തയ്യാറുള്ളൂ. ഒരാൾ മാത്രമേ പോകാൻ മീഡിയേഷൻ വേണ്ടി വരും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് ഈ ഒരു പ്രശ്നം. അപ്പൊ പ്രശ്നം അപ്പോഴും കൗൺസിലിംഗ് എഫക്റ്റീവ് ആണെങ്കിൽ ഒരാളുടെ അതായത് പിന്നീട് അയാളുടെ പെരുമാറ്റത്തിൽ ചേഞ്ച് വന്നിട്ട് മറ്റാളെ കൊണ്ടുവരാലോ കൗൺസിലിംഗ് ഫീൽഡിലേക്ക്. ആ ഓമന ടീച്ചർ പറഞ്ഞൊരു വിഷയം ഉണ്ടല്ലോ, ആദ്യം പറഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നല്ലോ. ആ എക്സാമ്പിളില് അവിടെ ഇന്റിമസി ഒരു വലിയ ഫാക്ടറാണ്. ഇന്റിമസി അമ്മയുമായിട്ടുള്ള ഒരു കണക്ഷനിലാണ് നിൽക്കുന്നതെന്ന് വേണം ചിന്തിക്കും, അല്ലേ? ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം, കുഴപ്പമില്ല. എനിക്ക് വ്യക്തമായില്ല. അതായത് എങ്ങനെ അത് പറഞ്ഞെങ്ങനെ ടീച്ചർ പറയും. അത് സർ, അമ്മേനോട് അമ്മ വൈഫിനോട് മോശമായിട്ട് പെരുമാറുമ്പോ ഹസ്ബൻഡിന്റെ ഒരു ഇന്റർഫിയറൻസ് ശരിക്കും ആവശ്യമാണ്. പക്ഷേ ഹസ്ബൻഡ് അമ്മേനോട് ഒരിക്കലും ഒന്നും എതിർത്ത് പറയില്ല, അമ്മ പറയുന്ന പോലെ കേട്ട് നിൽക്കും. എന്നാ വൈഫിനോട് സ്നേഹമൊക്കെ ഉണ്ട്. എല്ലാം അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആളാണ് വൈഫ് എന്നുള്ള ചിന്തയാണോ എന്താണെന്നറിയില്ല. ആളൊരു നല്ല മനുഷ്യനാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആ കുട്ടി ഭയങ്കരമായിട്ട് സഹിക്കുന്നു. പിന്നെ എന്താ, ഒരു മുറിയിൽ കിടക്കാൻ വരെ സമ്മതിക്കൂല അമ്മ. ഒരു ദിവസം ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോഴാണ് രക്ഷപ്പെട്ടത്. വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കാൻ തുടങ്ങി. 2 കൊല്ലായി. ശരിക്കും അത് എക്സസൈസ് ചെയ്യാത്തതുകൊണ്ടാണ് ഇതിന്റെ അകത്ത് പ്രശ്നം വരുന്നത്. ആ പേഴ്സണൽ സ്പേസ് ഉപയോഗിക്കുക. ഇവര് ടൂർ പോകുമ്പോൾ അതനുസരിച്ച് ഇവരുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഇവരും യാത്രയ്ക്ക് പോവുക. അതിന് ഇൻഡിപെൻഡന്റ് ആക്കി ഇവരിപ്പോ അതുകൊണ്ട് പിന്നെ റിസർച്ചിനൊക്കെ ചേർന്ന് ഡോക്ടറേറ്റ് എടുക്കാനൊക്കെ തീരാനായി. അവരവരുടെ വഴി കുറച്ച് നോക്കുന്നുണ്ട്. എന്നാലും ആ സങ്കടമുണ്ട്. ശരിക്കുള്ള ഒരു ഫാമിലി ലൈഫ് ആയില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം നന്നായിട്ടുണ്ട്. പിന്നെ ഈ ഹസ്ബൻഡ് സ്നേഹിക്കുന്ന പോലെ തന്നെ അമ്മയെ സ്നേഹിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി കാണും. ഇല്ല, അവർക്ക് അങ്ങനത്തെ പരാതിയൊന്നുമില്ല. മോനും ഭക്ഷണമൊന്നും കൊടുക്കൂല പോലും, ചെറിയ മോനും. അമ്മ അത് എന്തോ ഒരു മാനസിക പ്രശ്നമായിരിക്കും. പക്ഷെ ഹസ്ബൻഡ് ഒന്ന് ഇടപെടുവാണെങ്കിൽ ചിലപ്പം മാറ്റം വന്നേനെ. പക്ഷെ ഹസ്ബൻഡ് ഇടപെടില്ല. അമ്മ ഒറ്റയ്ക്കായിരിക്കും അല്ലെ? അച്ഛൻ ഉണ്ടാകത്തില്ല. അച്ഛൻ മരിക്കുന്നവരെ എന്തെങ്കിലും അച്ഛൻ ഇന്റർഫിയർ ചെയ്യുമായിരുന്നു. അത് കുഴപ്പമില്ലായിരുന്നു. അതില് ടാസ്കിന്റെ പ്രശ്നം ഉണ്ടല്ലോ അല്ലെ? ആരോഗ്യപരമായ വേർപെടലൊന്നുമില്ല. അവര് ഒരു നല്ലൊരു സബ്സിസ്റ്റം ഉണ്ടാക്കിയില്ല ഭാര്യയും ഭർത്താവും തമ്മില്. വൈവാഹിക ബന്ധത്തിലെ പറഞ്ഞ സംസാരം പറഞ്ഞതിൽ ഇന്റിമസി ഡെവലപ്പ് ചെയ്യിട്ടില്ല. അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളുണ്ട് അവിടെ. ചില ടാസ്കുകൾ അവിടെ കറക്റ്റ് ആയിട്ട് പോയിട്ടില്ല. അങ്ങനെ അതുകൊണ്ടൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഈ അമ്മയ്ക്ക് എന്തെങ്കിലും അമ്മയുമായിട്ടുള്ള ബന്ധത്തില് ചില കണച്ചരലുകൾ ഉണ്ടാവും. ആ പുള്ളിനെ കൗൺസിൽ ചെയ്താൽ ചിലപ്പോൾ കറക്റ്റ് ആവും. ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ രണ്ടുപേരും അത്യാവശ്യം ജീവിച്ചു പോകുന്നുണ്ട്, കുഴപ്പമില്ല. അങ്ങനെയൊന്നും ഒരാളെ കൗൺസിൽ ചെയ്യാനൊന്നും സാറ് പറഞ്ഞത് പോലെ വിചാരിക്കുന്ന പോലെയൊന്നും എല്ലാരെയും കൗൺസിലിങ്ങിന് കൊണ്ടുപോകാനൊന്നും പറ്റുമൊന്നുമില്ല. അത് നടക്കുകയില്ല. അതിനോട് താല്പര്യവും മനസ്സും ഉള്ളവർക്ക് ഒരാൾക്ക് പോകാം, മറ്റേയാളെ കൊണ്ടുപോകലൊന്നും നടക്കൂല.
കൗൺസിലിങ്ങിന് തന്നെ ടാബുള്ള അതാണ്. ഇപ്പോഴും നമ്മൾക്ക് കൗൺസിലിങ്ങിനോടുള്ള വിലക്കുകള് സമൂഹത്തിൽ ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ല. അതാണ് ഇപ്പൊ കൗൺസിലിങ്ങിന്റെ ഏറ്റവും വളരെ മൃദുലമായിട്ടുള്ള രൂപമാണ് എൻറിച്ച്മെന്റ് എന്ന് പറയുമ്പോൾ. അപ്പൊ ഇതിപ്പോ സാധാരണ എൻറിച്ച്മെന്റിൽ വളരെ കുറച്ച് സെഷൻസ് വേണം, 6-7 സെഷൻസേ വേണ്ടു. മറ്റൊരു തെറാപ്പി എന്നൊക്കെ ആകുമ്പോൾ ഒരുപാട് സെഷൻ, 16, 17, 18 സെഷനൊക്കെ എടുത്തു കഴിഞ്ഞാലാണ് ഈ പ്രശ്നങ്ങൾ സോൾവ് ആവുക, തെറാപ്പിയിലേക്ക് പോകുന്നത്. അത്രയും ഗഹനമായിരിക്കും പ്രശ്നങ്ങൾ. ഇപ്പോഴും ഈ കൗൺസിലിംഗ് ഒന്നും അങ്ങ് മനസ്സുകൊണ്ട് അത് ഒരു ശരീരത്തിന് പനി വന്നതുപോലെ മനസ്സിന് വന്ന പനി മാറ്റാനാണെന്ന് ചിന്തിക്കാനുള്ള ലാഘവത്വം ആളുകൾക്ക് വളരെ കുറവാണ്. അങ്ങനെ അത്ര ചിന്തിക്കാൻ അറിയാവുന്നവർക്ക് വലിയ കൗൺസിലിംഗ് ആവശ്യമില്ല. അങ്ങനെ ചിന്തിക്കാൻ അറിയാത്തവർക്ക് കൗൺസിലിംഗ് കൊടുക്കാനും പറ്റില്ല. ശരിക്കും പക്ഷെ ദുരിതങ്ങളുണ്ട്. ഈ മെരിറ്റൽ ഡിസ്ട്രസ്, അതുപോലെ വൈവാഹിക ദുരിതങ്ങൾ എന്ന് പറഞ്ഞ പോലെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്, വ്യക്തികൾക്ക് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല, ഈ വിലക്കുകൾ വെറുതെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് സമൂഹം. അതാണ് അത് മാറേണ്ട, അത്യാവശ്യമാണ്, മാറേണ്ടതാണ്. അപ്പൊ ഇതുപോലെയൊക്കെ തന്നെ ചില ആളുകൾ ഭയങ്കര സ്റ്റബേൺ ആണ്, ആര് പറഞ്ഞാലും അനുസരിക്കൂല. ഈ അമ്മയുമായിട്ട് ബോണ്ടിങ് അവിടെ വളരെ ക്ലിയർ ആണ്, വളരെ വളരെ ഡീപ്പായിട്ടൊരു ബോണ്ടിങ് ഉണ്ട്. പക്ഷെ പ്രൊട്ടക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലതൊക്കെ എന്തെങ്കിലുമൊക്കെ ഇന്നർ സൈഡിലെ ഹിസ്റ്ററി ആണ്. ഒന്നുമില്ല സാർ, ചിലപ്പോ അച്ഛൻ മരിച്ചു പോയതല്ലേ, ഇനി അമ്മേനെ വിഷമിപ്പിക്കണ്ട എന്ന് വിചാരിക്കുന്നതായിരിക്കും. സെക്യൂർ ആകാൻ വേണ്ടിയൊക്കെ ആക്കാം. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, അന്യ സ്ത്രീയുടെ അടുത്തല്ലല്ലോ പോണേ, അമ്മയുടെ അടുത്തല്ലേ പോട്ടെ. പിന്നെ അന്യസ്ത്രീയുടെ അടുത്ത് പോകുന്നതിനെ പറ്റി ചിന്തിച്ചിട്ട് അങ്ങ് സഹിക്കുമ്പോ എന്ത് സുഖമായിട്ട് സഹിക്കാന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ ഈ അന്യസ്ത്രീകളുടെ അടുത്ത് പോകുന്ന പ്രശ്നങ്ങൾ. അങ്ങനത്തെ ഒരു കുഴപ്പമില്ല, വളരെ ഡീസന്റ് ആണ്. എന്താവശ്യത്തിനും കാശൊക്കെ കൊടുക്കും, കാശ് ഇട്ട് കൊടുക്കും കൂടുതൽ, ഒരു കുഴപ്പമില്ല. പക്ഷെ അമ്മയുടെ കൂടെ ടൂറൊക്കെ പോകും, അന്നേരം ഇവരിവിടെ ഒറ്റയ്ക്കായിരിക്കും. ഇവർക്ക് ഇവരുടെ കൂട്ടുകാരുടെ കൂടെ ടൂർ പോവുക. അല്ല, അവർക്ക് നല്ല സ്വാതന്ത്ര്യമുണ്ട്, അവര് ഇഷ്ടമുള്ള പോലെ എല്ലാം ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളൊന്നും ഒരു ലിമിറ്റിന് അപ്പുറത്തേക്ക് ഒന്നും ചെയ്യില്ല. നമ്മൾ പറയുന്ന പോലെ ചെയ്യല് ബുദ്ധിമുട്ടാ. നമുക്ക് നമ്മൾ തന്നെ ഒരു ബൗണ്ടറി വെക്കും. നമുക്ക് നമ്മൾ തന്നെ ഒരു ബൗണ്ടറി വെക്കും. നമുക്കൊന്നും അങ്ങനെ മത്സരിക്കാൻ പറ്റില്ല. അത് സാറേ ഒരു സെക്കൻഡ്, അത് ചിലത് ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ സാർ. ചിലവര് കല്യാണം കഴിഞ്ഞ് വരുമ്പോ തന്നെ അമ്മ ഒരു സംഭവം, ഒരു ഭീകര രൂപം എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. വീട്ടിൽ നിന്ന് തന്നെ, സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ. ശ്രദ്ധിക്കണേ, അവര് പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ അല്ല, അങ്ങനെയുള്ള അല്ല, ഇതല്ല മാഡം. ശരിക്കും ചില സംഭവങ്ങൾ അങ്ങനെ അവര് പേടിച്ചോണ്ട്, ചില ഓഫീസിൽ പോകുമ്പം ഓഫീസറെ പറ്റിയിട്ട് പറയണ്ട, അവര് മനസ്സിലായിക്കോളും. പക്ഷെ അയാൾ ലീവ് ഒന്നും തരൂലേ, അയാളെ ശ്രദ്ധിക്കണേ, അയാൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് പറഞ്ഞ ആ കാഴ്ചപ്പാട് ചില മാഷന്മാരെ അങ്ങനെ പറയും. അവരടിക്കുന്ന മാഷാണ് ചെറുപ്പത്തിൽ. അതുപോലെയാണ് ആ ഒരു ചിന്താഗതിയിൽ തന്നെ അങ്ങനെ ആയിപ്പോവും കുറച്ചെല്ലാം. അതിപ്പോ എന്റെ അമ്മായിമ്മ കുറച്ച് കടുപ്പമുള്ള ആള് തന്നെയായിരുന്നു. പക്ഷെ എനിക്കൊരു ബൗണ്ടറി വെച്ചായിരുന്നു. ഞാൻ അവരോട് ഒന്നും പറയില്ല എന്ന് എനിക്കൊരു ബൗണ്ടറി ഞാൻ വെച്ചിരുന്നു. അത് ഞാൻ അവസാനം വരെ കീപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, വിജയരാമൻ സർ, താങ്ക് യു വെരി മച്ച്. നാളെ നമുക്ക് കഥയിൽ കൊണ്ടൊരു കാര്യം നമുക്ക് കാണാം. See you and good night. See you. Bye. Good night, sir. Thank you, sir. Good night.